بسم الله الرحمن الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة تركتهم على المحجة البيضاء فجزاك الله ما هو أهلك وأعطاك الله سؤلك وصلى الله وسلم عليك يا سيدي يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. ആദരണീയനായ ഖത്തീബ് ഉസ്താദ് അവറുകൾ, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികൾ, ആദരണീയരായ ഉസ്താദുമാർ, സദസ്സിൽ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, യുവ സുഹൃത്തുക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശരീഅയുടെ ഇൽമുകളെ പൃഷ്ഠപോഷണം നടത്തുന്ന സദസ്സിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തന്നു. ഒരുപാട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നമുക്ക് മഹത്തായ പള്ളിയുടെ ചാരത്ത് മഹനീയ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഈ ഒരു സംരംഭത്തിനോട് സഹകരിച്ച ഒരുപാട് സുമനസ്സുകളായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന സുഹൃത്തുക്കളായി അവരുടെ സഹകരണത്തെ, സംഭാവനയെ, സദഖയെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ഈ ഒരു സംഗമം സ്വർഗത്തിൽ പ്രവേശനത്തിനുള്ള സബബായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ചില വിഷയങ്ങളെ ഇരുന്ന് പഠിക്കുക എന്ന ഒരു ശൈലിയാണ് ഞാനിവിടെ സ്വീകരിച്ചത്. ഇടത് ചെവിയിലൂടെ വലത് ചെവി കൊണ്ട് സ്വീകരിച്ചതിനെ കളഞ്ഞാൽ ആ ഒരു സമയം അബദ്ധ, അത് വെറുതെ അല്ലേ. മുസ്ലിമിന്റെ ബാധ്യതകൾ ഇഷ്ടം പോലെ
സാമൂഹ്യ ജീവിയായ മനുഷ്യവർഗത്തിന്, മനുഷ്യന് മറ്റുള്ളവരോടുള്ള സംസർഗത്തിൽ, അവരോടുള്ള പെരുമാറ്റത്തിൽ, അവരുമായി നടത്തുന്ന ക്രയവിക്രയങ്ങളിൽ അയൽവാസിയോട്, മക്കളോട്, ഉമ്മയോട്, കുടുംബക്കാരോട്, സ്നേഹിതനോട്, ഭാര്യയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിയമങ്ങളെയും ഒരുപാട് ഫളലുകളെയും ഒരുപാട് നന്മയുടെ സുഹൃത്തുക്കളുടെ ലോകത്തെയും അല്ലാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നാമൊക്കെ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ സ്വദേശം ഒരർത്ഥത്തിൽ സ്വർഗമല്ലേ? അവിടത്തേക്ക് തിരിച്ചു നടക്കുന്നതിന്റെ മൂന്നാമത്തെ സ്റ്റേഷനിലാണ് നമ്മളുള്ളത്. ആലമുൽ അർവാഹ്, ആലമുർ റഹ്മ, ദെൻ ആലമുൽ ദുനിയ. ഇനി നാളെ ആലമുൽ ബർസഖ്, ആലമുൽ മഹ്ശർ, ദെൻ ആലമുൽ ജന്ന വന്നാർ. അല്ലാഹു സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. മൂന്നാമത്തെ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹം ഓരോ നിമിഷവും വിശിഷ്യ ഇതുപോലുള്ള സദസ്സുകളിലും പള്ളികളിലും നസീഹയുടെ വേദികളിലും എത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുന്നത് നാളെയുടെ നന്മയുടെ ലോകമായ സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം ലഭ്യമാകാൻ അറ്റസ്റ്റ് ചെയ്ത 6 സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. അറ്റസ്റ്റ് ചെയ്യപ്പെട്ട 6 സർട്ടിഫിക്കറ്റുകളില്ലാതെ ഒരാണിന്, ഒരു പെണ്ണിന് സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അതെവിടുന്നാ വാങ്ങുന്നത്? അത് വില്ലേജ് ഓഫീസിൽ നിന്നല്ല, അത് നഗരസഭയിൽ നിന്നല്ല, അത് നിയമസഭയിൽ നിന്ന് പാസ്സാക്കാൻ സാധ്യവുമല്ല. 6 സർട്ടിഫിക്കറ്റാ പറയട്ടെ. ഇപ്പൊ തന്നെ ഉറങ്ങിയല്ലേ? 6 സർട്ടിഫിക്കറ്റാ പറഞ്ഞോട്ടെ. 6 സർട്ടിഫിക്കറ്റ്. ഒന്ന് അവന്റെ രക്ഷിതാക്കളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോവാൻ സാധ്യമല്ല സ്വർഗത്തിലേക്ക്. അൽ ജന്ന തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന് താഴെ കിടക്കുന്ന സ്വർഗത്തിന് ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതെടുക്കാതെ പോകാൻ പറ്റുമോ? അത് നേടാതെ പോകാൻ പറ്റുമോ? അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ സെന്റർ ഡോറാണ്. നമ്മുടെ ഉപ്പാരോട് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, അവരുടെ പൊരുത്തം കിട്ടാതെ പോകാൻ പറ്റുമോ? അവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. വികസനവും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്ന വേദികരിയിലൂടെ ഈ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചോട്ടെ. രക്ഷിതാക്കളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മോളെ മോനെ സ്വർഗത്തിലെത്താൻ സാധ്യമല്ല. അത് നമ്മൾ വാങ്ങി വെക്കണം. രണ്ടാമത്തത് പൂരകങ്ങളാണ്. ഭാര്യക്ക് ഭർത്താവിന്റെ വേണം സർട്ടിഫിക്കറ്റ്. ഒരു ഭാര്യ മരിക്കുന്ന സമയത്ത് അവളുടെ ഭർത്താവ് അവളെ കൊണ്ട് തെറ്റിലാണ് എങ്കിൽ ആ ഭാര്യക്ക് സ്വർഗമാണെന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. ഭാര്യമാരാലോചിക്കണേ, ഞാൻ ഈ നിമിഷം മരിച്ചാൽ എന്റെ ഭർത്താവ് എന്നെ കൊണ്ട് സംതൃപ്തനാണോ? അവനോട് വീട്ടേണ്ട ബാധ്യതകൾ ഞാൻ വീട്ടിയിട്ടുണ്ടോ? അവന്റെ പൊരുത്തം വാങ്ങിയിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു പെണ്ണിനെ, ഒരു ഭർത്തമതിക്ക് പോവാനേ സാധ്യമല്ല സ്വർഗത്തിലേക്ക്. നിങ്ങളിലെ ഏറ്റവും നല്ല ആള് നിങ്ങളുടെ കുടുംബക്കാരികളോട് നന്മ ചെയ്യുന്നവരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഭാര്യയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു ഭർത്താവിനും സ്വർഗത്ത് പോവാൻ സാധ്യമല്ല. ഒന്ന് ബാപ്പാന്റെ ഉമ്മാന്റെ വാങ്ങി, 2 ഭർത്താവിന് ഭാര്യൻ്റെത്, 3 ഭാര്യക്ക് ഭർത്താവ്. ഓർക്കണേ, 4ാമത്തെ സർട്ടിഫിക്കറ്റ് നൈബേഴ്സ് സർട്ടിഫിക്കറ്റ്. അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോവാൻ സാധ്യമല്ല അവന്റെ സ്വർഗത്തിലേക്ക്. അയൽവാസിയോട് പിണങ്ങി നിൽക്കുന്നവർ, വനിതാ ക്ലാസുകളിലൊക്കെ യഥേഷ്ടം വന്നിരുന്ന സഹോദരന്മാരെ കുറിച്ച് കാലങ്ങളിൽ കഴിഞ്ഞിട്ടാണ് ചിലര് പറയുന്നത്. എല്ലാ ക്ലാസ്സിലും വരാറുണ്ടവർ, പക്ഷെ അയൽവാസിയുമായി പിണങ്ങിയിട്ട് കൊല്ലങ്ങളായി.
അയൽവാസിയെ ബുദ്ധിമുട്ടിക്കതൊന്നും പാടില്ല തന്നെ. നീ ഒരു ഫ്രൂട്ട് വാങ്ങിക്കൊണ്ടുപോകുമ്പോ, നിന്റെ മക്കൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോ, ഏതെങ്കിലും വീട്ടിലെ അവിടുത്തെ മക്കൾ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് കൂടെ വാങ്ങണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ശരീഅത്ത്. വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ അവർ കാണാതെ ഹൈഡ് ചെയ്ത് വെള്ള കീസ് ഒഴിവാക്കിയിട്ട് അവർ കാണാത്ത കീസുകളിലാവണേ നീ നിന്റെ മക്കളിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞ ലോകത്തിന്റെ രാജകുമാരൻ കൊണ്ടുവന്ന് ശരീഅത്തിനെ ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ. അതുപോലും നിന്റെ അയൽവാസിയെ ഈദാഹ് ചെയ്യലാണ്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റുമോ? ഇന്ന് നമ്മളിപ്പോ മരിച്ചിരിക്കാം. അയൽവാസി നമ്മളെ കുറിച്ച് നല്ലത് പറയോ? അയൽവാസി നമ്മളെ കുറിച്ച് നല്ലത് പറയോ? ഒരു ജൂതനായ മനുഷ്യൻ ഒരു ദിവസം അയാളുടെ വീടും പരിസരവും വിൽക്കാൻ വേണ്ടി തയ്യാറായി. അയാളുടെ വീട്ടുവളപ്പും അയാളെ വീടും വിൽക്കാൻ വേണ്ടി തയ്യാറായി. ഒരുപാട് ബ്രോക്കർമാർ വന്നിട്ടുണ്ട്. അയാളെ പറഞ്ഞത് 2000 മൊത്തം വില. 2000 ദിനാർ വേണം. ബ്രോക്കർമാരെങ്ങനെ പറഞ്ഞിട്ടും ഒരാൾ പോലും 1000 ദിനാറിനപ്പുറത്തേക്ക് എത്തിയില്ല. പലരും പോയി ചോദിച്ചു, എങ്ങനെയാണ് 1000 ദിനാർ അധികം തരുന്നത്? എന്താ നിങ്ങൾ വാശി പിടിക്കുന്നത്? ജൂതനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ വിലമതിച്ചത് ശരി തന്നെയാണ്. എന്റെ പൊളിഞ്ഞുകയാറായ ഈ വീടിനും എന്റെ വീട്ടു വളപ്പിനും 1000 ദിനാറൊക്കെ വിലയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അയൽവാസി ആരാണ്? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു. എന്റെ അയൽവാസി അബ്ദുല്ലാഹിൽ മുബാറക് എന്നവരാണ്. അവരുടെ വിലയാണ് 1000 ദിനാർ. എന്റെ അയൽവാസി അത്രയും സൗമ്യനാണ്, അത്രയും നന്മയുള്ളവനാണ്. ഞാനിത് വിറ്റാൽ നിങ്ങളുടെ അയൽവാസിയായി മാറുന്ന അബ്ദുല്ലാഹ് അൽ മുബാറക് റഹിമഹുല്ലാഹ്, ആ മഹാനുഭാവന്റെ വിലയാണ് 1000 ദിനാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുമോ? മറ്റാളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ നന്മ നമ്മൾക്ക് സാധ്യമായിട്ടുണ്ടോ ഇതുവരെ? 4ാമത്തെ സർട്ടിഫിക്കറ്റ് അയൽവാസിയുടേതാണ്. 5ാമത്തെ സർട്ടിഫിക്കറ്റ് അത് നാട്ടുകാരുടേതാണ്. നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല. നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല. ഒരാള് മരണപ്പെട്ട് അയാളെ ജനാസ മറുകടക്കേറ്റ് തിരിച്ചിറങ്ങി പോകുമ്പോ അവിടെ നിന്ന് അവരുടെ കുടുംബക്കാർ നൽകിയ ചായയും ബിസ്ക്കറ്റും കഴിച്ചിറങ്ങി പോകുമ്പോ 4 ആള് കൂടി നിന്ന് പറയണം, വല്ലാത്ത ചെറുപ്പക്കാരനായിരുന്നു, മതവേദികൾ വല്ലാതെ ഓടി നടന്ന് സഹകരിച്ചവനായിരുന്നു, പള്ളിയിൽ എപ്പോഴും 1ാം സഫലുണ്ടായ ആചാരായിരുന്നു, ആ വല്യമ്മ അന്നത്തെ കാലം ചർച്ച ചെയ്തവരായിരുന്നു, വല്ലാത്തൊരു പെണ്ണായിരുന്നു, അവരുടെ കൈകളിൽ നിന്നൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാത്തവരായി ഞങ്ങളുടെ മഹലിൽ ആരുമില്ല, എന്തൊരു നല്ല പെണ്ണെന്ന്. അങ്ങനെ 4 ആള് നാട്ടുകാര് ഒരാളെ വഫാത്തിന് ശേഷം പറഞ്ഞാൽ അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാലാഖമാരെ വിളിച്ചു പറയുന്നുണ്ട്, മാലാഖമാരെ ഒന്നിഷ്ടപ്പെടണേ, ഇന്നാലിന് മുഹമ്മദിനെ എനിക്കിഷ്ടമാണ്. മാത്രമല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിലപ്പുറം ഒന്നുപോയി പറയണേ ഭൂമിയിൽ ഇയാളെ ഇഷ്ടപ്പെടാൻ. അങ്ങനെ എല്ലാ ആളുകളും ഇഷ്ടപ്പെടും. അതാണ് ഇഷ്ടം. അവരെ കുറിച്ച് നാട്ടുകാര് നന്മ പറയും. അവരെ കുറിച്ച് നാട്ടുകാര് നന്മ പറയും. മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങള്, മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, അങ്ങനെ എത്ര മഹാരഥന്മാരാണ് ഇന്നും ഭൂമിയിൽ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ചെയ്ത ത്യാഗവും അവരൊക്കെ സമുദായത്തിന് ചെയ്ത നന്മയും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. 7ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ റജബ് 1 തീരും വരെ വിവിധ മഹല്ലുകളിൽ ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ നന്മ നടക്കുന്നു, ദാനധർമ്മങ്ങൾ നടക്കുന്നു, നഗരികളിൽ ഒരുക്കപ്പെടുന്നത്. നാട്ടുകാര് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പോകാൻ സാധ്യമല്ല. ചെറുപ്പക്കാരികൾ നിങ്ങളുടെ കർണപുടമാകുന്ന ആ കർണപുടമെന്ന ചിപ്പൊന്ന് വാഫിക്ക് ഒരു 5 മിനിറ്റ് തരുമോ? ഞാനൊരു നസിഹത്ത് പറഞ്ഞു തരാം. നിസ്കരിക്കാത്ത ആള് നാട്ടുകാർക്ക് ഇഷ്ടമുണ്ടാകില്ല. അത് അല്ലാഹു കൊടുക്കുന്ന ഒരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാത്ത ആളോടുള്ള തൃപ്തിയെ അല്ലാഹു വലിച്ചൂരിക്കളയുമെന്നാണ് ഫീ ഖുലൂബിൽ മുഅ്മിനീൻ.
മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്. നിസ്കരിക്കാത്തവളോട് നാട്ടുകാർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അത് അല്ലാഹു കൊടുക്കുന്ന ദുനിയാവിലെ 6 ശിക്ഷകളിൽ ഒന്നാണ്. ചെറുപ്പക്കാർ ആലോചിക്കണേ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ നരകമെന്നല്ല, അതിലപ്പുറം നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നിനക്ക് പോവാൻ സാധ്യമല്ല. ഇരുട്ടടിയല്ലേ നിന്റെ മേൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ വരുന്നത്. അല്ലാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന ശിക്ഷയാണത്. അതുകൊണ്ട് നിസ്കാരം മറക്കാതിരിക്കുക, അന്തിമത്തിൽ നിസ്കരിക്കാൻ ശ്രമിക്കുക. മനോഹരമായ നമ്മുടെ പള്ളി ഒന്നുകൂടെ പ്രൗഢിയാകുമ്പോ ജമാഅത്തിന് ആളുകൾ കൂടണേ. അതിനാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അല്ലാഹുവിന്റെ പള്ളി നമ്മുടെ ഭവനങ്ങളെ പോലെ ഭംഗിയായിരിക്കേണ്ടതല്ലേ? ഒരു മാടപ്രാവിന് താമസിക്കാൻ വലിപ്പമുള്ള ഒരു പള്ളിയാണ് ഒരാൾ എടുത്തതെങ്കിൽ പോലും അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു അവർക്ക് ഒരു വലിയ കൊട്ടാരങ്ങളെ സമ്മാനമായി കൊടുക്കുമെന്ന് അല്ലാഹു ഇന്നലകളിൽ സഹായിച്ച സഹോദരിമാർക്ക് സ്വർണ്ണാഭരണങ്ങളെ തന്റെ ജവാലുകളെ പോലെ കൊണ്ടു നടന്നിരുന്ന സ്വർണ്ണാഭരണങ്ങളെ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരുക്കി കൊടുത്തവർക്ക് നാളെ അല്ലാഹു സ്വർഗീയ പാലസുകളെ നൽകി അനുഗ്രഹിക്കട്ടെ. 2000 5000 ഒക്കെ കൊടുത്തവർക്ക് സ്വർഗീയ തയ്യാറാണ്. അവിടുത്തെ ഒരു മനോഹരമായ മണിസൗധത്തെ അല്ലാഹു തയ്യാറാക്കി കൊടുക്കട്ടെ. നമ്മൾക്കൊക്കെ തരട്ടെ. നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് വേണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു തന്ന ശിക്ഷ നാട്ടുകാരെ കമ്മിറ്റിക്കാരുടെ നാട്ടിലെ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കൽബിനകത്ത് നിന്ന് പൊന്നുമോനെ നിന്റെ മതിപ്പെടുത്ത് കളഞ്ഞതിന്റെ പേരിൽ ഈ കല്യാണാലോചനയുമായി വന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കൂ എന്ന് സെക്രട്ടറി പറഞ്ഞതിന്റെ പേരിൽ കല്യാണം മുടങ്ങിയാൽ ആ സെക്രട്ടറി കല്യാണം മുടക്കിയല്ല. അങ്ങനെയുള്ളവരുണ്ടോ ആവോ എനിക്കറിയില്ല. അവർ എക്സെപ്ഷനാണ് എന്റെ ഈ സംസാരത്തിൽ. അങ്ങനെയുള്ളവർ ആ ഒരു ശൈലി മാറ്റേണ്ടതാണ്. വെറുതെ മുടക്കുന്നവരുണ്ടെങ്കിൽ പൊതുവെ അങ്ങനെയല്ല. പള്ളിയിലെത്താത്തവരെ കുറിച്ച് അല്ലാഹു നൽകുന്ന ശിക്ഷയല്ലേ? അല്ലാഹുവിന്റെ പള്ളിയുമായി താല്ലുമുള്ളവരിൽ നിന്നൊക്കെ അല്ലാഹു മതിപ്പെടുത്തി കളയുക എന്നത്. അതിന്റെ പേരിൽ ഒന്നുകൂടെ ആലോചിച്ചു നോക്കുമെന്ന് പറഞ്ഞത് കേട്ട് ബാപ്പ പിന്നെ അവന് വേണ്ടാന്ന് വെച്ചാൽ നൈസായിട്ട് എന്റെ മോളിൽ പഠിക്കാണെന്ന് പറഞ്ഞ് ഒഴിവായി കഴിഞ്ഞാൽ നീ 4-10 ഫ്ലക്സ് ബോർഡ് അടിച്ച് ഇരുട്ടടി സൂക്ഷിക്കുക എന്ന് ഭീഷണിപ്പെടുത്തുന്നതിന് പകരം അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. മോനെ അല്ലാഹു ബോധം നൽകി നമ്മുടെ മക്കളെ നന്നാക്കുമാവട്ടെ. നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരിക്കലും പഠിച്ചവൻ സ്വർഗം വരില്ല. 5 സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. 1 ബാപ്പാന്റെ ഉമ്മാന്റെ സർട്ടിഫിക്കറ്റ്, 2 ഭർത്താവിന് ഭാര്യയുടെ സർട്ടിഫിക്കറ്റ്, 3 ഭാര്യയുടെ ഭർത്താവിന്റെ സർട്ടിഫിക്കറ്റ്, നാളെ 4-ാമത്തത് അയൽവാസിയുടെ സർട്ടിഫിക്കറ്റ്, 5-ാമത്തെ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ്, 6-ാമത്തെ സർട്ടിഫിക്കറ്റ് ഏതാണെന്നറിയോ? എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ജോലി ആവശ്യാർത്ഥം ഓഫീസുകളിലേക്ക് വാണ്ടഡ് പരസ്യങ്ങളെ കണ്ട് ചെല്ലുമ്പോ അവർ ചോദിക്കും എത്ര കൊല്ലായി, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, വേറെ സ്ഥാപനങ്ങളിൽ നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം തരില്ല. എന്തിന്റെ എക്സ്പീരിയൻസ് ആണ്? ലാ യലിജുന്നാറ അഹദുൻ ബഖാ മിൻ ഖശിയത്തില്ലാഹ്. പടച്ചവനെ കുറിച്ച് പേടിച്ച് കരഞ്ഞ ആ ഒരു ശരീരത്തെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇബാദത്തിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തെങ്കിലേ നാളെ സ്വർഗം അല്ലാഹു തരികയുള്ളൂ. ആലോചിക്കുക, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഖബല മൗതിക്, മരണത്തിന് മുമ്പ് നമ്മളൊന്ന് ശ്രമിക്കുക. പത്രശബ്ദരാവുക എന്റെ പ്രിയപ്പെട്ടവരെ. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മളിപ്പോ പഠിച്ചു. ഒരുപാട് കാര്യങ്ങളെ തിരുത്തലുകൾ ആവശ്യമാകുന്ന ഓരോരുത്തരുടെ മനസ്സുകളിലും കുടുംബക്കാരോട്, അയൽവാസികളോട്, നാട്ടുകാരോട് നമ്മൾ ഇതുവരെ പെരുമാറിയ ശൈലി, നമ്മൾ ഇതുവരെ ഇടപെട്ട ശൈലി, നമ്മൾ ഇതുവരെ അവരുമായിട്ട് ബന്ധപ്പെട്ട ശൈലി, ഇതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ ശ്രമം നടത്തിക്കോ. എല്ലാവരും നമ്മളും നടത്തിയിരിക്കണം. എങ്ങനെയാ നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എങ്ങനെയാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്? സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പുണ്യ
പുണ്യപൂർവ്വം നൽകുന്ന വസിയത്ത് 4 എണ്ണമാണ്. ഞാൻ ഈ സദസ്സിൽ ചർച്ച ചെയ്തോട്ടെ. 4 എണ്ണമാണ് ഹബീബ് പറഞ്ഞത്. ആയിഷ, ഈ 4 എണ്ണം നിർവഹിക്കാതെ കിടക്കരുത് മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ രാജകുമാരൻ. ഒന്നാമത്തത് ഖത്തം തീർക്കാതെ കിടക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ശ്രദ്ധിക്കണേ, ഖത്തം തീർക്കാതെ കിടക്കരുത്. രണ്ടാമത്തത് അംബിയാ മുർസലീങ്ങൾ നാളെ മഹ്ശറിലെത്തുമ്പോ ആയിഷ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്നവരായി ശഫാഅത്ത് ചെയ്യുന്നവരായിട്ട് മാറണം. അവരുടെ ശഫാഅത്ത് അർഹനായിട്ടല്ലാതെ നീ കിടന്നുറങ്ങരുത് ആയിഷ. പറ്റോ നമുക്ക് ഉറങ്ങാൻ? എല്ലാ 1.25 ലക്ഷം അമ്പിയാക്കന്മാരുടെ ശഫാഅത്തിനും അർഹതയുള്ളവളാവണം നീ എന്ന്. മൂന്നാമത്തത് ഹജ്ജും ഉംറയും ചെയ്യാതെ കിടക്കല്ലേ ആയിഷ. എന്താണ് ഈ പറയുന്നത് ഹബീബ്? നാലാമത്തത് കോടാനും ജനസഞ്ചയത്തിന്റെ സംതൃപ്തി വാങ്ങിയ ശേഷമല്ലാതെ ഒരു ദിവസം രാത്രി കിടക്കരുത് പൊന്നുമോളെ ആയിഷ എന്ന് ഭാര്യയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആയിഷ ബീവി ഏറ്റെടുത്തു. ആയിഷ ബീവി പിറ്റേന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ശ്രമം തുടങ്ങി. ഖുർആൻ ഖത്തം തീർക്കാൻ ശ്രമം തുടങ്ങി. സാധ്യമല്ല. ഖത്തം തീർക്കുമ്പോഴേക്ക് രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിക്കാനാവില്ലേ? ഒരുപാട് ശ്രമം നടത്തി പരാജയപ്പെട്ടു. അവിടുത്തെ കട്ടിലിൽ കയറി വെയിറ്റ് ചെയ്യുകയാണ്. ഹബീബ് നിസ്കരിക്കുന്നുണ്ട് അവിടുത്തെ മണലിട്ട തറയിൽ അകത്ത്. ഹബീബിന്റെ നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, ഹബീബ് എങ്ങനെയാണ് ഖത്തം തീർത്തിട്ട് ഉറങ്ങാൻ സമയം കാണുമോ? അമ്പിയാക്കളുടെ റെക്കമെൻഡിന് ഞാൻ അർഹതയുള്ളവളായിട്ട് അത്രയും ഇബാദത്ത് ചെയ്തെനിക്ക് പിന്നെ ഉറങ്ങാൻ നേരമുണ്ടാകുമോ? ലോകത്തുള്ള മനുഷ്യ സഞ്ചയത്തിന്റെ സംതൃപ്തി വാങ്ങിയിട്ട് പിന്നെ ആയിഷ ഉറങ്ങാൻ സമയമുണ്ടാകുമോ? ഒരു ഹജ്ജും ഉംറയും ഡെയിലി ചെയ്തിട്ട് ഉറങ്ങാൻ സമയമുണ്ടാകുമോ? പുണ്യപൂർവ്വമാനങ്ങൾ പുഞ്ചിരിച്ചു. ഹബീബ് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഒരു ഖത്തം തീർത്തിട്ട് ഉറങ്ങണേ എന്ന് പറഞ്ഞത് 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ലിയാൽ മതി, പാരായണം ചെയ്താൽ മതി. സൂറത്തുൽ ഖുർആനാണ് ഇഖ്ലാസ് സൂറത്ത്. അത് 3 തവണ ചൊല്ലിയാൽ ഒരു ഖത്തം തീർത്തതിന്റെ സമാനമാണ്. പരിഹാരമില്ലേ ഒന്നാമത്തതിന്? എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി കൊടുത്ത നിർദ്ദേശം നമ്മളും ഇന്ന് രാത്രി മുതൽ മുടക്കാതെ ജീവിതത്തിൽ പകർത്തിയാൽ ഇന്നത്തെ രാത്രി കൊണ്ട് നമ്മൾ ഏറ്റവും വലിയ നന്മ ചെയ്തവരായി, വലിയ സുഹൃത്തം ചെയ്ത ആളുകളായി. 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാതെ ഒരാളും ഉറങ്ങാൻ പോവരുത്. ഉറക്കിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ എവിടെയോ സംസാരിച്ചിരുന്ന അവസാനം ഉറക്കങ്ങെത്തി വീഴാൻ പോകുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ബെഡ്റൂമിലെത്തുക. ഇങ്ങനെയല്ല, സ്വബോധമുള്ള സമയത്ത് കിടക്കാൻ പോവാ. കുറെ സംഭവങ്ങൾ ചെല്ലാനുണ്ടല്ലോ. എവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത്? മരണത്തിലേക്കാണ്. ഉറക്കം മരണത്തിന്റെ ബ്രദറാണ് ഉറക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെങ്കിലും ഉറക്കം വന്ന് അല്ലാഹു കിടന്നുറങ്ങല്ല, ഓർമ്മയിൽ കിടക്കുക. ആയിഷ ബീവിയോട് നബി പറഞ്ഞു, ആയിഷ എല്ലാ അമ്പിയാക്കന്മാരും നിനക്ക് നാളെ ശഫാഅത്ത് ചെയ്യുന്ന യോഗ്യത നേടിയിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന് ഏറ്റവും നല്ല വഴി അവർക്കൊക്കെ ഓരോ സ്വലാത്ത് ചൊല്ലിയേക്ക് പരിഹാരം. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാഇ സല്ലം. ഓരോരുത്തർക്കും വേറെ ചുരുങ്ങിയത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, എന്റെ പേരിലും സലാത്ത് ചൊല്ല്, പിന്നെ എല്ലാ അമ്പിയാക്കളുടെ പേരിലും നീ സലാത്ത് ചൊല്ലിയാൽ മതി. അതാണ് എല്ലാ അമ്പിയാക്കളും നിനക്ക് നാളെ ശുപാർശകരായി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ സ്വലാത്ത് കൊണ്ട് നിനക്ക് എത്താൻ പറ്റും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ജമീഇ അംബിയാഇ സല്ലം.
എന്ന് ചുരുങ്ങിയത്. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ആദം സഫീല്ലാഹി സല്ലം اللهم صل على محمد في ذهبة الله سلم اللهم صل على محمد صالح رسول الله سلم إبراهيم خليل الله سلم لوط حكيم الله سلم إسحاق صالح وسلم يعقوب العبيد وسلم തുടങ്ങി വേറെ സലാത്തുകളുണ്ട്. കഴിയുമെങ്കിൽ അങ്ങനെ ചൊല്ല്. അല്ലെങ്കിൽ വഅലാ ജമീഇൽ അംബിയാഇ സല്ലം മറക്കരുത്. എല്ലാ അമ്പിയാക്കന്മാരുടെയും ശഫാഅത്ത് നാളെ ലഭ്യമാകണേ. അത് നീ ലഭ്യമായ ഉറപ്പുവരുത്തിയിട്ട് ഉറങ്ങാമോ? അതിങ്ങനെയാണ് ആയിഷ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ആയിഷ ബീവിയോട് പറഞ്ഞു, ഹജ്ജും ഉംറയും ചെയ്തിട്ട് ഉറങ്ങാവൂ. പറ്റുമോ നബിയെ? പിന്നെ ഉറങ്ങാൻ നേരം കാണുമോ? ആയിഷ ബീവിക്ക് മുമ്പിൽ ഹബീബ് വിശദീകരിച്ചു കൊടുത്തു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഈ ദിക്ർ ചൊല്ലിയാൽ ഹജ്ജും ഉംറയും ചെയ്ത സമാന കൂലിയാണെന്ന്. മൂന്നാമത്തേതിന് മറുപടി. ഇതൊക്കെ മറന്നാലും ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടത് എല്ലാ ആളുകളും നിന്റെ മേൽ നിന്നെ കുറിച്ച് നന്മ പറയുകയും നിന്നോട് ഇഷ്ടമുള്ളവരുമായി മാറിയിട്ടേ കിടക്കാൻ പാടുള്ളൂ. അത് സാധിക്കുമോ? ഒരു കാശ് വിതരണം ചെയ്തു ഒരാൾക്ക് സദഖ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്നെ കുറിച്ച് നല്ലത് പറയും. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് കൊടുക്കാൻ പറ്റുമോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നീ അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ ചെയ്യേണ്ടത് എല്ലാവർക്കും ഒന്ന് ദുആ ചെയ്തേക്ക് കിടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ചെല്ലേക്ക് ആയിഷയെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. എല്ലാ ആളുകളും ഈ പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ പ്രാർത്ഥന നടത്തിയാൽ നിന്നെ കൊണ്ട് ഇഷ്ടമുള്ളവരായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇഷ്ടമാകുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരോട്? മാസൂമികളായ അമ്പിയാക്കന്മാരെ മാത്രമേ അല്ലേ ഉള്ളൂ, മറ്റുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നവരല്ലേ? നമ്മൾക്ക് വേണ്ടിയിട്ട് വേറെ ഒരാള് ആ ബലഘട്ടത്തിൽ സഹായത്തിനെത്തുക എന്നതല്ലേ? പടച്ചവനെ, അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരാള് അങ്ങ് ദൂരെ കിടക്കുന്ന GCCയിലെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാള്, അങ്ങ് ആഫ്രിക്കൻ നാടുകളിൽ താമസിക്കുന്ന ഒരു മുസ്ലിമായ ആള്, അങ്ങ് വിവിധ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്ന ഈമാൻ എന്ന അസാസ് ഒരുമിച്ച് കൂടിയാണ് വിവിധ കോണ്ടിനെന്റുകളിൽ താമസിക്കുന്ന ഒരു മുസ്ലിമായ ആള് ദുആ ചെയ്യുകയാണല്ലോ, ഞാനും നിങ്ങളും അവരും ഒരേ അസാസിൽ ഈമാനിൽ ഒരുമിച്ച് കൂടിയതുകൊണ്ട് അവരെ പ്രാർത്ഥനയിൽ ഇവിടെ കിടക്കുന്ന ഞാൻ ഉൾപ്പെടുകയാണ്. അപ്പോൾ നമ്മൾക്ക് അയാളോട് ഇഷ്ടം തോന്നുകയില്ലേ? ആയിഷ, അവർക്കൊക്കെ നിന്നോട് ഇഷ്ടമാകും. മൂന്ന് കാര്യം ചെയ്യേണ്ടതുള്ളൂ. നാട്ടുകാരെ ഇഷ്ടമുണ്ടാവാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്തേക്ക്. എല്ലാവർക്കും ആവശ്യമായ ഒന്ന് ചെയ്തു പോയ തിന്മയിൽ നിന്ന് പാപമോചനം ചെയ്യുക എന്നതാണ്. അതാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീന മുഅ്മിനാത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. വൽ മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് ആണുങ്ങൾക്ക്, വൽ മുസ്ലിമാത്ത് സഹോദരിമാർക്ക്, അൽഅഹ്യാ ജീവിച്ചിരിക്കുന്നവർക്ക്, വൽ അംവാത്ത് മരണപ്പെട്ടവർക്ക് എല്ലാവരും പെട്ടു. ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ ആയിഷ കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞേക്ക്. ഒന്ന് ഖത്തം തീർക്കുക. അതേതാണ്? 3 ഖുൽ ഹുവല്ലാഹു. 2 മറക്കരുത്. ചിലപ്പോൾ ഉസ്താമാരൊക്കെ പറയും തല വെട്ടിയാലും മറക്കരുത്. അങ്ങനെ ഞങ്ങളോട് പറയാം വിനയത്തോടെ കൊച്ചനജനെ പോലെ തായ്മയോടെ പറഞ്ഞോട്ടെ. ഈ 4 കാര്യം ഇന്നത്തെ ലാഭം. എല്ലാം മറന്നാലും വാസിയെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ 4 കാര്യത്തിലായാൽ ഞാൻ രക്ഷപ്പെട്ടു. അല്ലാഹു തആല സ്നേഹബന്ധം നിലനിർത്തി തരട്ടെ. ഈ പരിസരങ്ങളിൽ കഴിഞ്ഞ വർഷം നമ്മൾ വന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രാർത്ഥന വീണ്ടും വീണ്ടും കാണാനും സ്നേഹം പങ്കിടാനും അവസരം തന്നതാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒന്ന്, ഖത്തം തീർത്തിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. അത് 3 തവണ ഖുൽ ഹുവല്ലാഹു. മറക്കരുത് ഉറങ്ങാൻ പോയ. പിന്നെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് ഉറങ്ങുന്ന ചെറുപ്പക്കാരാ,
ആ ചെവിയിൽ കിടക്കുമ്പോ അള്ളാഹു നമ്മളൊന്ന് കൊണ്ടുപോയാലോ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ എന്താണ് അവസ്ഥ? അവസാന സെക്കൻഡുകൾ നോക്കിയിട്ടാണ് സ്വർഗമോ നരകമോ തീരുമാനിക്കുന്നത്. നമ്മൾ അവസാനം പോപ്പുകാരം കേട്ടിട്ടോ കാമുകയുമായി കെഞ്ചിയിട്ടോ കാമുകനുമായി ചാറ്റി നടത്തിയിട്ടോ അങ്ങനെയാണെങ്കിലോ മരിച്ചു പോകുന്നത്. അവസാനം ഖവാത്തീം നോക്കിയിട്ടാണ് അല്ലാഹു തആല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് 3 തവണ ഖുൽ ഹുവല്ലാഹു, രണ്ടാമത്തത് ഹജ്ജ് ഉംറയും ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ് ഒന്നടക്കം പറഞ്ഞേക്കും നമ്മൾക്ക് എല്ലാവർക്കും സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ഇത് പറയാതെ കിടക്കരുത്. ഒരു ഹജ്ജ് ഉംറയും ചെയ്ത സമാന കൂലി നാട്ടുകാരെ തൃപ്തി വാങ്ങിയിട്ടേ കിടക്കാവൂ ആയിഷ. അതിന് വേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാ മിൻഹും വൽ അംവാത്ത്. 1.25 ലക്ഷത്തോളം അമ്പിയാക്കളുടെ പൊരുത്തം കിട്ടിയിട്ടേ അവരെ ശുപാർശക്കാരനായിട്ടേ കിടക്കാവൂ നമ്മളൊക്കെ. അതെങ്ങനെയാണ്? അവർക്കൊക്കെ വേണ്ടിയിട്ട് സലാത്ത് ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നമ്മുടെ നബിയുടെ സലാത്ത്. വഅലാ ജമീഇൽ അംബിയാഇ സല്ലം, എല്ലാവർക്കും സലാത്ത് ചൊല്ലി. ഈ 4 കാര്യം മറക്കരുത്. മറന്നാൽ ഉസ്താദ്മാരോട് ചോദിക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇത് ലൈവായിട്ട് യൂട്യൂബിൽ കയറ്റിയിട്ടുണ്ട്. കുട്ടികളോട് ചോദിച്ച് ആവശ്യമാവുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യാം. അള്ളാഹുക്കൊക്കെ നന്മ പ്രദാനം ചെയ്യട്ടെ. പടച്ചവനെ ഇഖ്ലാസ് ഉണ്ടാവണേ റബ്ബേ, കേൾക്കുന്നതിലും പറയുന്നതിലൊക്കെ, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ല. സമൂഹ ജീവിയായ മനുഷ്യൻ സൂക്ഷിക്കേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്. ഞാൻ അവിടത്തേക്ക് കടന്നു വന്നോട്ടെ. ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചിട്ടുണ്ട്, നബിയെ ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളാരാണ് നബിയെ? വീണ്ടും അയാൾ രണ്ടാമത്തെ ചോദ്യം കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബേ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലേതാണ് നബിയെ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അമലേതാണ് എന്ന് ഒരു സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു. ദാനധർമ്മം ചെയ്തവരെ, നിങ്ങളുടെ രോമകൂപങ്ങൾ എണീച്ചു പിടിക്കട്ടെ. ഈ ആയത്ത് ഞാൻ ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ ചെയ്ത സുഹൃതം എത്ര വലുതാണ്. ലോകത്തല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ഹദീസിൽ നബി പരിചയപ്പെടുത്തിയത് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്തവരാണ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാണ്, ആതുര സേവനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്, സഹചാരി CH സെന്റർ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുന്നവരും ഓടി നടക്കുന്നവരെയുമാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ചെറുപ്പക്കാർ, അതിനോട് സഹകാരികളായ ഉമ്മമാർ, സഹോദരങ്ങൾ, ഉപ്പമാർ, നിങ്ങളൊക്കെ ചെയ്ത സുഹൃത്തം എത്ര വലുതാണ്. അല്ലാഹ്ക്ക് ഇഷ്ടമാണ് അത്രേ നിങ്ങളോട്. സഹാബിയുടെ ചോദ്യം മറ്റൊന്ന്, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് നബിയെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നിസ്കാരമായിരുന്നില്ല, സക്കാത്തായിരുന്നില്ല, നോമ്പായിരുന്നില്ല. അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തത് ഈ ഹദീസിലൂടെ ഒരു മുസ്ലിമായ ആളുടെ മനസ്സിനകത്തേക്ക് സന്തോഷം വിതറാൻ നീ സ്വീകരിച്ച കർമ്മമണ്ഡലം ഏതാണോ അതാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. സാമൂഹ്യ ബാധ്യതയല്ലേ നിർവഹിക്കുന്നത്? അയൽവാസിയായ, നാട്ടുകാരനായ, മുസ്ലിമായ, സഹോദരനായ, നൈബറായ, റിലേറ്റീവായ ഒരാളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്തത്, അങ്ങനെയുള്ള ഒരാളെ മുസ്ലിമിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷത്തിന് വക നൽകുന്ന ഏത് മാധ്യമമാണോ നീ സ്വീകരിച്ചത്? കാശാണോ, നൽവാക്കുകളാണോ, മറ്റെന്തെങ്കിലും സഹായങ്ങളാണോ, ഏതാവട്ടെ, ആ കർമ്മമണ്ഡലമാണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗിയായാൽ കാണാൻ പോണത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമല്. പ്രയാസം വന്നാൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത്,
പ്രധാനപ്പെട്ട പടച്ചവൻ ഇഷ്ടപ്പെട്ട അമല് ഒരാളെ പ്രയാസം നീക്കിക്കൊടുക്കാൻ അതല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. ഒരാളെ കടം വീട്ടി കൊടുത്താൽ അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. ഒരാളെ വിശപ്പ് നീക്കി കൊടുത്താൽ അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. കൂത്തുപറമ്പിൽ ഒന്നിന്റെ കൂട്ടുകാരനെ പോയി കാണാൻ പോയപ്പോ ഇന്ന് അസറിന്റെ ശേഷം അവിടുത്തെ 1-2 ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വനിതാ ക്ലാസ്സിന് പോയല്ലേ, 4:30 വനിതാ ക്ലാസ് ഉണ്ട്. അവരെ പറയുകയാണ്, ഉവൈസ് ഫൈസി എന്ന് പറയുന്ന ഉസ്താദിനോട് പറയുന്നു, ഞങ്ങളൊരു പ്രൊജക്ട് പരിശുദ്ധ റമദാനോടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതെന്താണെന്ന് അറിയുമോ? നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളിലൂടെ അവരോട് പറയണം, നമ്മുടെ നാട്ടിൽ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ അവർക്ക് എത്ര വേണമെങ്കിലും എത്ര ആവശ്യമാണെങ്കിലും ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ആഴ്ചയിലേക്ക് കൊല്ലങ്ങളോളം എങ്ങനെ വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഫണ്ട് ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒന്ന് പറയണേ നിങ്ങൾ. സഹോദരിമാരാണ് അയൽപക്കത്തെ വീടുകളിലെ അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ അറിയാം. ആവശ്യമായവരുടെ ലിസ്റ്റ് കിട്ടിയാൽ പോയി അന്വേഷിച്ചിട്ട് വേണ്ടവരാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തമായിരുന്നില്ലേ അത്? നമ്മുടെ നാടുകളിലും മറ്റു പ്രവർത്തനങ്ങളും അതുപോലൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഞാൻ എന്റെ അനുഭവത്തിൽ ഇന്ന് അനുഭവിച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം. അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. അതുപോലെ തന്നെ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തുമ്പനെ പോലെ അവന്റെ പിന്നാലെ കാറിലോ ബൈക്കിലോ ഇരുന്ന് അവനോടൊന്നിച്ച് യാത്ര പോകാൻ സഹായിച്ചാൽ പോലും അവനെ അല്ലാഹുവിന്റെ റൗളയിൽ എന്റെ മസ്ജിദിന്റെ നബവിയിൽ മാസങ്ങളോളം ഏറ്റിക്കാതിരിക്കുന്നതിനേക്കാളും പുണ്യം ഞാൻ അവന് കൊടുക്കുമെന്ന് അല്ലാഹു അവന് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലല്ലേ പറഞ്ഞത്? തന്റെ അയൽവാസിന്റെ കല്യാണം വിളിക്കാൻ അവനൊന്ന് കൂട്ടുകാരനായി ബൈക്കിന്റെ പിന്നിൽ ഇരുന്നെടുത്തു. കടം വീട്ടാനുണ്ടായ ഒരു വായ്പ കൊടുത്തു, അവനൊന്ന് ഹെൽപ്പ് ചെയ്തു. സഹോദരൻ ആവശ്യമായിടത്തേക്ക് അവന്റെ കൂടെ നടന്നു കൊടുത്താൽ പോലും മസ്ജിദുൽ നബവിയിൽ ഒരു മാസം ഈത്തിക്കാഫിരിക്കുന്നതിനേക്കാളും കൂലി നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. സാമൂഹ്യ ബാധ്യതകളല്ലേ ഇതൊക്കെ? മഹാനവറുകൾ പറയട്ടെ, അവിടുത്തെ ഒരു ഹദീസിൽ ഇങ്ങനെയാണ്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ 6 എണ്ണമാണ്. ഒന്ന്, ഒരാൾ വന്ന് ഒരാളെ കണ്ടുമുട്ടിയാൽ അവനോട് സലാം പറയുക എന്നത് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഒന്ന് ആലോചിക്ക്. ഇവിടെ നിന്ന് സലാം പുതുക്കിക്കൊണ്ടുവരണം. ആകെ 200 വീടുള്ള മഹലിൽ 50 പേരെ 100 പേരെ ഓരോന്നായി പോയത് എന്തുകൊണ്ടാണ്? സലാം അത് കുറഞ്ഞു പോയി. സലാം മഹത്വത്തിൻ്റെതാണ്. ജൂതന്മാർക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ കൊണ്ടുപോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സലാം, 2 ജമാഅത്ത് നിസ്കാരം, ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ആമീൻ. ഇത് ജൂതന്മാർക്ക് ഇഷ്ടമേ ഇല്ല. ഇതൊരു സംഘം ചേർന്ന പരിപാടിയാണ്. സലാം പറയാ, സ്നേഹം പാസ് ചെയ്യാണ് കൈകളിൽ നിന്ന് കൈകളിലേക്ക്, ഹൃദയത്തിൽ നിന്ന് കൈ എന്ന മാധ്യമത്തിലൂടെ മറ്റവന്റെ ഹൃദയത്തിലേക്ക് സ്നേഹം പാസ് ചെയ്യാ. ഇതാർക്ക് ഇഷ്ടമില്ല? ജൂതന്മാർക്ക് ഇഷ്ടമില്ല. നമ്മൾ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് നഷ്ടം. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലെത്തിയിട്ട് ആദ്യം പ്രസംഗിച്ചത് അത്യാവശ്യമായതല്ലേ? ആദ്യം വരുമ്പോൾ പറയാം. വളരെ മർമ്മമല്ലേ ഒരാൾ ആദ്യം വരുമ്പോൾ പറയാം? പ്രകടന പത്രികയിൽ ഏറ്റവും മൈന്യൂട്ട് ഇറങ്ങാൻ നേരത്തെ ആ റോഡിന്റെ വഴിയിൽ ഒരു ചെറിയ ഫ്ലഡ് ലൈറ്റ് കൊടുത്തത് അതാണ് പറയാ? ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തത് അതാണ് പ്രകടന പത്രിക പറയാ? അല്ല. തെരഞ്ഞെടുപ്പിനെടുക്കുമ്പോ പ്രകടന പത്രികയിൽ അന്നാട്ടിലെ ഏറ്റവും മർമ്മമായ വിഷയങ്ങളാ ചർച്ച ചെയ്യാം. മദീനയിലെത്തിയപ്പോ ആദ്യമായി ഹബീബ് ചർച്ച ചെയ്തത് 4 വിഷയങ്ങളല്ലേ?
ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ അഫ്ശുസ്സലാം, ഒന്നാമത്തെ കണ്ടന്റ് സലാം പറയണമെന്നാണ്. സലാം പറയാ, അത് നമ്മൾ പാടങ്ങോട്ട് ഒഴിവാക്കി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തുലസിത ശ്രമങ്ങൾ നടന്നു. അങ്ങനെ വന്നതാണ് ഇംഗ്ലീഷ് മീഡിയങ്ങൾ. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിനെതിരല്ല, പക്ഷേ അങ്ങനെ വന്നതാണ്. സലാം ഒഴിവാക്കാൻ വേണ്ടി വന്നതാണ്. ഹലോ, ഹായ്. മനോഹരമായി നന്മക്ക് ഉപയോഗപ്പെടുത്താവുന്ന സോഷ്യൽ മീഡിയയിൽ നിറയെ സലാം ഒഴിവാക്കി. ഹായ്, ഹലോ. കോൾ ചെയ്യുമ്പോ ആദ്യം ഹലോ. ഒരർത്ഥത്തിൽ നന്മയാണത്. മറുവശത്തിരിക്കുന്ന ആളാരാന്ന് അറിയില്ലല്ലോ തുടങ്ങുമ്പോ തന്നെ. പക്ഷെ സലാം രണ്ടാമതായി പോയി. റസൂലുള്ള മദീനയിൽ വന്ന് ആദ്യം പറഞ്ഞത് അഫ്ശുസ്സലാം, സലാം വ്യാപിപ്പിക്കണേ എന്നാണ്. രണ്ടാമത്തത് വാചമുത്ത, ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്യുക, ഭക്ഷിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ ധർമ്മമാണ്. മൂന്നാമത്തത് രാത്രിയിൽ നിസ്കരിക്കുക എന്നത്. എന്നാൽ വളരെ സമാധാനത്തിൽ സ്വർഗത്തിൽ പോകാമെന്ന്. മൂന്ന് കാര്യം. ഒന്ന് അഫ്ശുസ്സലാം. ചില ഹദീസുകളിൽ കുടുംബബന്ധം പുലർത്താനും പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ 90 റിപ്പോർട്ട് ചെയ്തതിൽ 3 കാണുന്നത് സലാം പറയാം മേജർ ടോപ്പിക് ആയിരുന്നത്. ഫസ്റ്റ് പറഞ്ഞതാണ് സലാം വ്യാപിപ്പിക്കാൻ. സലാം വ്യാപിപ്പിക്കാനാണ് റസൂൽ ആദ്യം പറഞ്ഞത്. എല്ലാ സമുദായത്തിലും സലാമുണ്ട്, അത് വേറെ രൂപത്തിലാണ്. കിഴക്കൻ ആഫ്രിക്കയിൽ മസായി വർഗക്കാര് സലാമിന്റെ സ്ഥാനത്ത് തുപ്പുക ചെയ്യുക. ഒരാളെ കണ്ട ഇതാണ് കിഴക്കൻ ആഫ്രിക്കയിലെ മസായി വർഗക്കാരെ രീതി. എക്സിമോകൾ, പാപ്ലാന്റുകാർ, അവരാളുകളെ കണ്ടുമുട്ടിയാൽ മണത്തു നോക്കും. എന്താ സംഭവം? ഇന്നുണ്ട് രണ്ടാളെ കണ്ടാ മണത്തു. അതാണ് അവരുടെ സലാമിന്റെ ഭാഗമായിട്ട് അവർ കൊണ്ടെടുക്കുന്നത്. മൂന്നാമത്തത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഹവായി ദ്വീപുകാര് കാണുമ്പോ അലോഹ എന്ന് പറയും. അലോഹ കണ്ടാങ്ങനെ. യൂഗോസ്ലാവിയയിലെ ചില വർഗക്കാര് രണ്ടുപേരെ തമ്മിൽ കണ്ടുമുട്ടിയാൽ കവിളിൽ ഉള്ളും ചീക്കലും ഇങ്ങനെ. ഇസ്രായേലുകാര് കണ്ടാൽ ഒന്ന് കുമ്പിടും. ചൈനക്കാര് കണ്ടാൽ മുട്ടുകുത്തും. പ്രണാമം പോലെ കാൽമുട്ടൊന്ന് കുത്തിയിട്ടവിടെ ഒന്ന് ചെറുതാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ന്യൂസിലാൻഡിലെ മാവേലി വർഗക്കാര് കണ്ടാൽ മൂക്കുകൾ തമ്മിൽ തട്ടിക്കും. ഇതൊക്കെ ഓരോ വർഗക്കാർ രീതിയാണ്. എന്നാൽ എത്രയും മനോഹരമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. മണിക്കൂറുകൾ മാറുന്നതിനനുസരിച്ച് മാറ്റേണ്ടതില്ല ഈ പദം. ഇത് തന്നത് അല്ലാഹുവാണ്. അള്ളാന്റെ മെസ്സേജ് വരാതെ ഒന്നും പറയാത്ത ആരംഭ നബി നമ്മളെ പഠിപ്പിച്ചു. അഫ്ശുസ്സലാം, സലാം പറഞ്ഞേക്കണേ. രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഗുഡ് ഈവനിംഗ്, ഗുഡ് നൈറ്റ്. ഇങ്ങനെ മാറ്റേണ്ടതില്ല. ഒന്നേ ഒന്ന്. അസ്സലാമു അലൈക്കും, രക്ഷയുണ്ടാവട്ടെ നിങ്ങൾക്ക്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു തആല അൻഹു കണ്ടുമുട്ടിയാണ്. സിദ്ദീഖ് എന്നവരോട് അലിയാര് സലാം പറയലായിരുന്ന പതിവ്. അസ്സലാമു അലൈക്കും യാ സിദ്ദീഖ്. അലി റളിയല്ലാഹു തആല ഇങ്ങോട്ട് സലാം പറയലാണ് പതിവ്. ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോ സിദ്ദീഖ് തങ്ങളോട് അലിയാര് സലാം പറഞ്ഞതില്ല. ടെൻഷനായി, ടെൻഷനായി. അലിയാര് സലാം പറയലുണ്ടായിരുന്നു, ഇന്ന് സലാം പറഞ്ഞില്ലല്ലോ. നബിയുടെ മുമ്പിൽ പരാതി എത്തി. നബിന്റെ മുമ്പിൽ പരാതി ഇതായെത്തിയത് ബദ്രീകളാണ്ടിന് ഇറച്ചി വിതരണം ഉണ്ടായപ്പോ ലിസ്റ്റിൽ ആദ്യം പേര് വിളിച്ചില്ല. ഇതല്ല പരാതി. എന്നോട് അലിയാര് സലാം പറഞ്ഞില്ല നബിയെ, എനിക്ക് വല്ലാത്ത വിഷമായി പോയെന്ന് പറഞ്ഞപ്പോ നബിത്തങ്ങൾ അന്വേഷിച്ചു, വിളിപ്പിച്ചു അലിയെ റളിയല്ലാഹു തആല അൻഹു. അലിയാരോട് ചോദിച്ചു, എന്റെ സിദ്ദീഖിന് വിഷമമല്ലോ നിങ്ങൾ അവിടത്തോട് സലാം പറയാതിരുന്നത്. ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, നബിയേ, സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സൗഭാഗ്യങ്ങളെ കൊടുക്കുന്നുണ്ട്, മനോഹരമായ ഉദ്യാനങ്ങളെ കൊടുക്കുന്നുണ്ട്. അതിന്റെ പരിസരത്തോട് തെളിനീര് അവിടുത്തെ ആറുകൾ ഒലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആരുടേതാണിത്? മാലാഖമാര് സ്വപ്നത്തിലാണ്
മാലാഖമാര് പറഞ്ഞിട്ടുണ്ട്, ഇത് സലാം കൊണ്ട് തുടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്പോൺസർ ചെയ്തതാണ്. അലി അള്ളാഹു പറയാ, നബിയെ ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു. അപ്പൊ അലിയാരോട് കണ്ട സ്വപ്നം ഇതായിരുന്നു, സ്വർഗം സ്വപ്നം കാണുകയാണ്, അതിൽ മനോഹരമായ ഉദ്യാനങ്ങളും സൗഭാഗ്യങ്ങളും സുഹൃത്തുക്കളും നിറഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ ചോദിച്ചു ഉറക്കത്തിൽ, ഇതാരുടേതാ? ദിവ്യ സ്വപ്ന ആരുടേത്? അപ്പോൾ പറയപ്പെട്ടത്രേ, അത് സലാം കൊണ്ട് തുടങ്ങുന്നവരുടേത്. നബിയെ, ആ സ്വർഗത്തിനായത് എന്റെ സിദ്ദീഖിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞിരുന്ന സലാമ് ഇന്ന് ഞാൻ ചിന്തിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട് അലി ഹൈദറുൽ ഖറാർ അലി റളിയല്ലാഹു തആല അൻഹു. എത്ര നല്ല പെരുമാറ്റാണത്! ഞാൻ നേടിയെടുക്കുക എന്നല്ല, എന്റെ സിദ്ദീഖിന് കിട്ടട്ടെ എന്ന് വിചാരിച്ചത്. നല്ലൊരു സംഖ്യ സംഭാവന ചെയ്യാം, നാളത്തെ ഖബർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നാളത്തെ നന്മക്ക് വേണ്ടിയിട്ട്, നാളത്തെ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട്. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ പറയാൻ പോകുന്നില്ല, നല്ലൊരു സംഖ്യ 100 കഴിയുന്നവർ 100, 20 10 അവിടെ വെച്ചേക്ക്, ഒരു 100. പറഞ്ഞല്ലോ ഇന്നലകളിൽ അത് യഥേഷ്ടം വളരെ സുതാര്യമായി ചർച്ച ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 100 അടിക്കുക എല്ലാവരും. അല്ലാഹു തആല സൗഭാഗ്യം ചെയ്യട്ടെ. അമുസ്ലിമായ ഒരാൾ സലാം പറഞ്ഞാലോ സമൂഹ ബാധ്യതയായ മുസ്ലിമിന്റെ ബാധ്യതയല്ലേ സലാം പറയൽ? ബുഖാരി പറയട്ടെ, അമുസ്ലിമായ ഒരാളാണ് നിന്നോട് സലാം പറഞ്ഞതെങ്കിൽ ഇദാ സല്ലമ അലൈക്കും, അഹ്ലു കിതാബിൽപ്പെട്ട ഒരാൾ സലാം പറഞ്ഞാൽ മറുപടി പറയണ്ടേ, ഫഖൂലൂ അലൈക്കും. ഒരു മസ്അലയാണ്, അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, എന്താ പറയേണ്ടത്? അലൈക്കും, അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി. മുസ്ലിമാണെന്ന് ധരിച്ച് നിങ്ങൾ അമുസ്ലിമിനോട് സലാം പറഞ്ഞാലോ? ഇന്ന് അങ്ങനത്തെ സാഹചര്യമൊക്കെ ഇഷ്ടം പോലെയാ. നിസ്കരിക്കാത്ത ആളുടെ മുഖത്ത് നിന്നുള്ള നൂറ് സ്വാലിഹീൻ ഈമാന്റെ പ്രഭ വലിച്ചൂരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യകാലങ്ങളിലൊക്കെ നീ മാപ്പിൾക്കുട്ടിയല്ലേ എന്ന് അമുസ്ലിങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ തന്നെ കൺഫ്യൂഷനാണ്, മുസ്ലിം ആണോ അല്ലേ? അങ്ങനെ അറിയാതെ ഒരാളോട് സലാം പറഞ്ഞു പോയാൽ എന്താ ചെയ്യാൻ? മാറി പറഞ്ഞാൽ സലാമി, എന്റെ സലാമിനെ ഞാൻ റീബാങ്ക് ചെയ്തു എന്ന് പറയാം. ഒന്ന് പഠിച്ചേക്കും, സലാമി. അഥവാ പറഞ്ഞു പോയാൽ ടെൻഷൻ ആവണ്ട. വിശ്രമിക്കുന്ന ഉസ്താദിന്റെ വാതിലിന് പറ്റിയിട്ട് ഉറക്കം നഷ്ടപ്പെടുത്തണ്ട. ഓർത്തേക്ക് എന്താ പറയേണ്ടത്? ഇത് പറയാൻ പഠിക്കാം നമ്മളൊക്കെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സലാം പറഞ്ഞേക്കാൻ പാടുണ്ടോ? മുൻകാലങ്ങളിൽ വിരുന്ന് ചെന്നാല് ഉപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരികളെ കണ്ടാല്, മോനെ ഇന്നാലിന്ന ആജിയാരുടെ ഇന്നാലെ ബീവിന്റെ മോനാണല്ലേ, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചായിരുന്നു, നല്ല ബന്ധായിരുന്നു, ഇപ്പൊ കണ്ടിട്ട് കുറെയായി, എന്റെ ഉമ്മാനോട് സലാം പറയണേ. എങ്ങനെയാ പറയാ? വഅലൈക വഅലൈഹിസ്സലാം എന്ന് സലാം പറഞ്ഞേക്കലും നല്ലതാണ് മറ്റൊരാളിലേക്ക്. മാമിൻ മുസ്ലിമൈൻ യൽതഖയാനി, രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവർ ഷൈഖാൻഡ് ചെയ്യുകയും ചെയ്താൽ അവരെ വിട്ടുപിരിയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന്. ഇതിലും വലുത് വേറെന്താ പറയാനുള്ളത്? കണ്ടുമുട്ടി സലാം പറഞ്ഞ് ഷെയ്ഖാൻഡ് ചെയ്താൽ, ഇപ്പൊ ഷെയ്ഖാൻഡ് ഒക്കെ ഒരു വെള്ളൊക്കെ ആയിട്ടുണ്ട്, ഒരു വെള്ളൊക്കെ ഷെയ്ഖാൻഡ് മുസാഫാത്ത് ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും വിട്ടുവരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് സലാം പറയാൻ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. സഹാബിമാർ കുട്ടികളോട് സലാം പറഞ്ഞിരുന്നു. എന്നിട്ട് അവർ പറയുമായിരുന്നത്രേ, കാന റസൂലുള്ളാഹി യഫ്അലു, അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഹബീബ് കുട്ടികളോട് സലാം പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന്. എന്നാൽ സലാം പറയാത്തവരില്ലേ? സലാം പറയാ മടക്കൽ വാജിബില്ലാത്തവരുണ്ട്. സലാം പറഞ്ഞാൽ മടക്കേണ്ടാത്തവർ ആരൊക്കെയാണ്? നിസ്കരിക്കുന്നവൻ സലാം മടക്കാൻ പാടില്ല. സലാം മടക്കിയാൽ അവന്റെ പ്രയോജനോട് വേറൊരാളോടായി പോയാൽ അവന്റെ നിസ്കാരം ബാധ്യതയായി പോകും. അതുകൊണ്ട് നിസ്കാരം സലാം മടക്കൽ വാജിബേ ഇല്ല. പറയൽ സുന്നത്താണ്, പറഞ്ഞാൽ മടക്കൽ വാജിബാണ്. ഓർക്കണേ, നമ്മൾ മടക്കൽ വാജിബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
വുജൂബിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരാൾ സലാം പറഞ്ഞാൽ മടക്കുക എന്നത്. ആ വാജിബില്ലാത്ത നിർബന്ധമില്ലാത്ത ആളിൽ ഒരാളാണ് നിസ്കരിക്കുന്നവൻ, 2 ഭക്ഷണപാനീയം കഴിക്കുന്നവൻ. ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക, ജാറ ഫുള്ളാക്കണ പണിയാണ്. ഒരാൾ ഒന്ന് സലാം പറഞ്ഞു മടക്കണമെന്നില്ല, ആ ഓനോട് മിണ്ടില്ലല്ലോ, ആ സമയം കൂടി തിന്നാന്ന് കളിയാക്കേണ്ടില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ട്. സലാം പറഞ്ഞു മടക്കുന്നു, ഓ സലാം മടക്കി ആ സമയം കൂടി നഷ്ടാവില്ലേ എന്ന് പറയും. അതല്ല ഉജൂബിയത്തില്ല. മൂന്നാമത്തത് ഖുർആൻ ഓതുന്ന ആളോട് വന്ന് സലാം പറഞ്ഞാൽ മടക്കൽ വാജിബില്ല. മടക്കട്ടെ മടക്കാതിരിക്കട്ടെ വാജിബില്ല. നാലാമത്തത് വിധി നടപ്പാക്കുന്ന സമയത്ത് സലാം പറഞ്ഞാൽ മടക്കേണ്ടതില്ല. ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന് സലാം മടക്കൽ വാജിബില്ല. ഓർക്കണേ, മലമൂത്ര വിസർജനം ചെയ്യുന്ന ആളും അവിടെ ആ സമയത്ത് അവിടെ നിന്ന് സലാം മടക്കൽ വാജിബില്ല. ഞാൻ 4-5 പേരെ പരിചയപ്പെടുത്തി മറക്കരുത്. ഇത് വുജൂബിയത്തില്ലാത്തവരാണ്, ഇത് വുജൂബിയത്തില്ലാത്തവരാണ്. അതുകൊണ്ട് പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമായ ഒരു അമലാണ് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ സലാം പറയുക എന്നത്. സലാം നിങ്ങൾ വ്യാപിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലലി 10 കൊല്ലം ഹബീബിന്റെ കൂടെ നേരുപോലെ ഹാദിമായി നടന്ന സഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയട്ടെ, എന്നോട് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇദാ ദഖൽത, നീ കടന്നാൽ അലാ അഹ്ലിക്, നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബക്കാരിലേക്ക്, ഫസല്ലിം, നീ അവരോട് സലാം പറയണേ അനസ്. എന്നാൽ യകുൻ ബറകതൻ അലൈക്, അല്ലാഹു നിനക്ക് ബറക്കത്ത് തരും. വഅലാ ബൈതിക, നിന്റെ ഫാമിലിക്കും നിന്റെ വീടിനും അല്ലാഹു ബറക്കത്ത് തരും. നിന്റെ വീട്ടുകാരിയോട് നിന്റെ മക്കളോട് സലാം പറഞ്ഞു കയറ് എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഹബീബ് എന്നെ പഠിപ്പിച്ചിരുന്നു എന്ന് നമ്മളൊന്ന് നടപ്പിലാക്കി നോക്ക്. നമ്മളൊന്ന് നടപ്പിലാക്കി നോക്ക്. ചെറുപ്പക്കാരാ, നീ സലാം പറയാറുണ്ട് ആരോട്? കസിനോട്. പറയാൻ പറ്റുമോ? കസിനോട് സലാം പറയാൻ എന്തൊരു ആവേശമാണ്. അപ്പൊ നബിയല്ല, അതിലപ്പുറം ആരോ സ്ഥാനത്താണ് നമ്മുടെ കൽവിൽ. അന്നേരം കസിനോട് സലാം പറയാൻ പാടില്ല. അമ്മായിയോട്, ഇളയമ്മയോട് സലാം പറയാൻ നിനക്ക്. പക്ഷേ അവിടെ അങ്ങോട്ട് മുന്നിലുള്ള തലമുറ നിനക്ക് സലാം പറയാൻ പാടില്ലാത്തവർ, ആ സലാം ഇബ്ലീസ് നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇബ്ലീസിന്റെ ആളാവാൻ പാടില്ല നമ്മളാരും. നിങ്ങളാരും ഇബ്ലീസിന്റെ സ്റ്റെപ്സുകളെ പിന്തുടരുന്നവരാവരുത്. ഇബ്ലീസിന്റെ സ്റ്റെപ്സുകളെ പിന്തുടരുന്നവരാണ് നമ്മളൊക്കെ. ഇബ്ലീസ് ഇടപെടുന്ന ചില ഏരിയയാണ്. നന്മയുടെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അവസരോചിതമല്ലാതെ പറയിപ്പിച്ച് അതവുകേട് വരുത്തി വെക്കുക എന്നത് അവൻ അതവില്ലാഞ്ഞിട്ട് പുറത്തു പോകുന്നതാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ കാണിക്കേണ്ട അതവ് കാണിക്കാത്തതിന്റെ പേരിൽ പുറത്തു പോകുന്നതാണ്. എങ്കിൽ നമ്മളെയും അതവില്ലാത്തവരാക്കിയിട്ട് വീണ്ടും നരകത്തിന്റെ ആളാക്കാൻ വേണ്ടി ശ്രമമാണ് ഇബ്ലീസ് നടത്തുന്നത്. അതെങ്ങനെയാണ്? നല്ല നല്ല കാര്യങ്ങളെ അവസരോചിതമല്ലാതെ ഉപയോഗപ്പെടുത്തുക, പറയിപ്പിക്കുക നമ്മളോട്. അതിലൊന്നാണ് പറയാൻ പാടില്ലാത്തവരോട് സലാം പറയിപ്പിക്കുക. പാടില്ലാത്തവരോട് സലാം പറയാം, അത് സൂലതബിന് കാരണമാവും. അത് ഇബ്ലീസിന്റെ പണിയാണ്. എത്രയോ ബാങ്ക് മാനേജറെ കണ്ട് ലക്ഷങ്ങൾ ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ലക്ഷങ്ങൾ അവിടുന്ന് ഇൻട്രസ്റ്റിന് വാങ്ങി തിരിച്ചു പോരുമ്പോഴാണ് സ്റ്റെയർകേസ് ഇറങ്ങുമ്പോ ഭാര്യ വിളിക്കുന്നത് ഭർത്താവിന്, ഇക്കാഞ്ഞാലും മാനേജറിന്റെ കൂട്ടുകാരിയുടെ ബന്ധുവായതിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ശരിയായി നാളെ വരാൻ പറയാറായിരുന്നു പതിവ്. മാസങ്ങളോളം നടത്തിക്കാറുണ്ടായിരുന്നു. അല്ലാഹ്, എന്റെ കൂട്ടുകാരിയുടെ ബന്ധുവാണ് ബാങ്ക് മാനേജർ, അതുകൊണ്ടെല്ലാം റെഡിയായി. അൽഹംദുലില്ലാഹ്. ഈ അൽഹംദുലില്ലാഹ് ആര് പറയിപ്പിച്ച? ഈ അൽഹംദുലില്ലാഹ് ആര് പറയിപ്പിച്ചതാണ്? ഇബ്ലീസ് പറയിപ്പിച്ചതാണ്. അത് പറയാൻ പാടില്ലാത്തടത്ത് ഒരു ഇൻട്രസ്റ്റ് വാങ്ങി വരുന്ന സമയത്ത് എന്ത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ബാത്റൂമിൽ കയറിയിരിക്കുന്ന പുറത്തുള്ള ചെറുപ്പക്കാരന്റെ കമന്റ് ഇതാണ്, എന്താ ഈത്തിക്കാഫിരിക്കാണോ ബാത്റൂമില്? ഈത്തിക്കാഫ് ഇവിടെ കിടക്കണേ. രണ്ട് ഹന്തച്ചനക്കാളും വിദൂരത്താണ് പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുന്നവൻ. വലിയ 2 കിടങ്ങ് കിടക്കാറും വിദൂരത്തല്ലാഹു അവന്റെയും നരകത്തിന്റെയും ഇടയിൽ അത്രയും അല്ലാഹു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമെന്ന്, അത്രയും നരകം അവന് വിദൂരത്താക്കുമെന്ന് പറഞ്ഞ ഈത്തിക്കാഫിനെ കൊണ്ടുപോയി മർമ്മമല്ലാത്തടത്ത് ഉപയോഗിപ്പിച്ചു.
അങ്ങനെ ഹാക്കഥ എത്രയോ ഉദാഹരണങ്ങൾ. ഞാൻ അവസാനിപ്പിക്കാം, അതല്ലേ നമ്മുടെ വിഷയം. അതുകൊണ്ട് സാമൂഹ്യ ബാധ്യതകളിൽപ്പെട്ടതാണ് രണ്ടാമത്തത് ഒരാളൊരു അറിവ് ചോദിച്ചു വന്നാൽ അവരോട് നന്മ പറഞ്ഞു കൊടുക്കുക എന്നത്. ഒരാൾ അറിവ് തേടി വന്നാൽ നന്മ പറഞ്ഞു കൊടുക്കുക. അത് ഭൗതികമാവട്ടെ, എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങളെ സർക്കാർ കൊണ്ടുവന്നപ്പോ ചെറുപ്പക്കാർക്ക് അതിനെ കുറിച്ച് അറിയാം. ഒരാൾ വന്നു, എങ്ങനെയാ ഫിൽ ചെയ്യാൻ, ഞാൻ പറഞ്ഞിരൂല. ഞാൻ പെട്ടതാണ് വണ്ടി എടുത്തിട്ട്, ഞാൻ ഓനും പെടട്ടെ അയൽവാസി, അപ്പൊ ഒരു സുഖണ്ട് വേറെ അല്ലേ. കുട്ടികളൊക്കെ മദ്രസയിൽ പിടിച്ചാ അങ്ങനെ ഇടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിലും ഓൻ ആ വൈക്കെങ്കിലും പോയിട്ടുണ്ട്, അല്ലെ ഞാൻ കക്കുമ്പോ ഓൻ കണ്ടിട്ടുണ്ട് എന്നെങ്കിലും പറയും. ഓന് വരെ അടി കിട്ടുമ്പോണ്ടാവും ഒരു ഉള്ളിലൊരു ചിരി, ഒരു ചിരി ഉണ്ടാവും. അതുപോലെ ഞാൻ പെട്ടാ പിന്നെ ഓനും പെടട്ടെ. എങ്ങനെയുണ്ട് നിങ്ങൾ ആ കമ്പനിയുടെ വാഴ എടുത്തിട്ട് ഒരു കുഴപ്പമില്ല, മൈലേജ് ഇല്ലാത്ത ഇയാള് പോർച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കലില്ല, അങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ഒരു പേപ്പർ ഉഷാറാണല്ലോ. പറയണേ, ഒരാള് നന്മ ചോദിച്ചു വന്നാൽ അറിയുമെങ്കിൽ മിസ്ലീഡ് ചെയ്യുകയും ചെയ്യരുത്. അതൊരു വേറെ വിഷയമാണ്, മിസ്ലീഡ് ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട ചില ടീച്ചേഴ്സിനോട് ഞാൻ പറയട്ടെ, കുട്ടികളെ മിസ്ലീഡ് ചെയ്യരുത്. ചുരുങ്ങിയത് പോലീസ് കേഡറ്റിലേക്ക് ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ, എന്താ ആ കാറൊന്ന് അടുപ്പിച്ച് വെക്കിട്ടോ, വേല പോകാൻ. പോലീസ് കേഡറ്റിലേക്ക് കുട്ടികളെ 8ാം ക്ലാസ്സിൽ സെലക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയോ? അതിപ്പോ ഞാൻ തന്നെ എല്ലാം അറിയുന്ന മൂല്യം നമുക്ക് തന്നെ അറിയുന്നത്. കുട്ടികൾ ദഫ് കളിക്കുന്ന സമയത്തുള്ള ആ ഒരു പൂവൊക്കെ വെച്ചിട്ടുള്ള ഒരു തൊപ്പി, അതും പോലീസ് വേഷം അണിഞ്ഞിട്ട് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക, അല്ലെങ്കിൽ അത് എന്താണ് അള്ളാഹുവാലും 30 മാർക്ക് ബോണസ് കിട്ടുന്നവർ പറഞ്ഞു. അതിനാ ചേർന്നത് 3 കൊല്ലം 30 മാർക്ക് ബോണസ് കിട്ടാൻ ആഴ്ചയിൽ വൈകുന്നേരം അരമണിക്കൂർ, രാവിലെ നേരത്തെ ചെടി അനക്കിയ മറ്റൊക്കെ ഹയറൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് യോജിക്കാൻ പറ്റാത്തത് മുസ്ലിം പെൺകുട്ടികളെ പ്രായപൂർത്തിയായി ട്യൂബിക് ഏജ് എത്തിയ 8 കുട്ടികളെ കൊണ്ടുപോയിട്ട് തലമറപ്പിക്കുന്നതിനെ നഷ്ടപ്പെടുത്തുന്നത്. അത് നമ്മൾ ചർച്ചയാക്കാൻ പറ്റൂല, അത് വേദിയിൽ ഒഴിവാക്കാൻ പറ്റൂല. നമുക്ക് പറയേണ്ടത് അത് മത നിയമല്ലേ. എത്ര കുട്ടികളെയാണ് എന്റെ മദ്രസയിൽ പഠിക്കുന്ന ഫർസാനെ, എന്റെ മദ്രസയിൽ പഠിക്കുന്ന ഷഹാനെ, ഹനാനെ പിടിച്ചു ചോദ്യം ചെയ്തു, എന്താ മോളെ? അപ്പൊ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, 30 മാർക്ക് അധികം കിട്ടും. എത്ര കൊല്ലം പോകണം? 3 കൊല്ലം. 4:30 മണി തീർച്ചയായിട്ടും തിരിച്ചു പോരാൻ. 2-3 മാസം കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ രക്ഷിതാക്കൾ വിളിച്ച് എല്ലാം പറയും. ഞാൻ പറയുന്ന അതല്ല, ആരും അറിയാതെ ചേർത്തതുമല്ല. അതിന്റെ പ്രോഗ്രസ് 3 മാസമോ 2 മാസമോ കൂടുമ്പോൾ രക്ഷിതാക്കൾ അറിയിക്കുന്നുണ്ട്. ഒരു രക്ഷിതാവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മോളിങ്ങനെ പോകുന്നുണ്ട്, പാന്റും ഇറുകിയ ടൈറ്റായ ആ ഒരു ഡ്രസ്സും പോലീസ് ഡ്രസ്സൊക്കെ ധരിച്ച് നിങ്ങൾ പച്ചയിൽ നാട്ടാരങ്ങളിലൂടെ കുട്ടി 8 വയസ്സുള്ളപ്പോ നടത്തി, 10 വയസ്സും +2 കഴിയുമ്പോൾ കുട്ടിയുടെ വേഷവിധാനം എന്തായിരിക്കും ഉണ്ടാവുക? എല്ലാം പറഞ്ഞേക്കും. ഇവിടുന്ന് കഴിഞ്ഞാൽ കുട്ടി ബാഗിൽ സൂക്ഷിച്ചു കൊണ്ടുപോവാണ് തൊപ്പി. കലാലയത്തിന്റെ അകം കടന്നാൽ ഇത് ധരിക്കാൻ പാടില്ല. ആഴ്ചയിൽ എത്ര ഒരു ദിവസം, 1-2 ദിവസം, പിന്നെ തൊപ്പി വെക്കാൻ. ഇവിടെ നിന്ന് അങ്ങോട്ടും തലമുടി പൂർണ്ണമായിട്ട് കാണാൻ. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടി മുന്നോട്ട് പോകുന്നതിൽ എന്ത് പറയാണ്ട് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ചേർന്നാൽ ഒഴിവാകാൻ പറ്റൂല, ചേർന്നാൽ ഒഴിവാകാൻ പാടില്ലട്ടെ. ഞാൻ ചോദിച്ചു, ആരാ ചേർത്തിയത്? അതിനാലും മുസ്ലിം മാഷാണ്. മിസ്ലീഡ് ചെയ്യരുത്. ഈ മക്കളൊക്കെ വഴിവെച്ചു പോയതിന്റെ ഉത്തരവാദിത്വം നിനക്കതിൽ എന്തെങ്കിലും ചെറിയ ലാഭം, കാര്യലാഭം ചിലപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലഭ്യമായിരിക്കാം. ശരി തന്നെയാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയോ നീ? ഇത്രയും കുട്ടികളുടെ, പെൺകുട്ടികളുടെ, ആൺകുട്ടികളെ ഞാൻ വിട്ടു, ഇത്രയും പെൺകുട്ടികളെ ഔറത്ത് കാണിപ്പിച്ചതിന്റെ ആരാണ് ഉത്തരവാദി? ഉസ്താദ്, അവിടുത്തെ അധ്യാപകർ കേൾക്കണേ, ആരെങ്കിലും ഈ ഡ്യൂട്ടി ഉള്ളവർ കേൾക്കണേ. ഡ്യൂട്ടിയുള്ളവരോട് അറിവുള്ള ആരെങ്കിലും മാഷ്മാര് ബന്ധമുള്ളവരുണ്ടെങ്കിൽ പോയി പറഞ്ഞേക്കണേ, വാഫിങ്ങനെ പറഞ്ഞിരുന്നു എന്ന്. എന്നെ പരാമർശിക്കുന്നതിലപ്പുറം ശരിയാണോ ഇല്ലേ എന്നൊന്നിരുന്നാലോചിക്ക്. ആരാണിതിന് ആദ്യമായി മോട്ടിവേഷൻ കൊടുത്തത്? 8-ന് തുടങ്ങിയ 10-നെ നിർത്താൻ പറ്റും. 3 കൊല്ലം. ഞാൻ ചോദിച്ചു, കുട്ടികളെ ഇത്രയും കൊല്ലം 3 കൊല്ലം കണ്ടിന്യൂസ് ആയി ഇതിന് പോയി എത്ര മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുന്നു? കിട്ടുന്നത് 3 മണിക്കൂറാണ്. നിങ്ങൾക്ക് ഞാൻ ഒരാഴ്ച കൊണ്ട് 50 മാർക്ക് അധികം വാങ്ങിച്ചു തരാം, പറ്റുമോ? അപ്പൊ ഒരു മിണ്ടുന്നില്ല. ആവശ്യമില്ലാതെ മോട്ടീവ് സെന്റേഡാണ് ഇന്നത്തെ പഠനങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ എങ്ങനാവും. പക്ഷെ ഒരു മോട്ടീവ് സെന്റേഡും ഈ വിഷയത്തിൽ ബാപ്പ നമുക്കില്ല.
ഒഴിവാകാൻ പറ്റില്ല എന്നാണ്. സത്യം ബോധ്യപ്പെട്ടിട്ടും ഒഴിവാകാൻ പറ്റില്ല. ചില പ്രണയ കേസുകളൊക്കെ ഫീഡ്ബാക്ക് എഴുതിയിട്ട് വാങ്ങുമ്പോ കുട്ടികൾ പറയും ഒക്കെ പറഞ്ഞത് ശരിയാണ് ഉസ്താദ്, പക്ഷെ ഞാൻ വാക്കൊടുത്തു പോയി. അതാണ് ഇവിടെയും കാണുന്നത്. തിന്മയാന്ന് ബോധ്യപ്പെട്ടിട്ടും രക്ഷിതാക്കൾ കുട്ടികളെ പിൻവലിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ. ഇവരിൽ നിന്ന് നാളെ സലാഹുദ്ദീൻ അയ്യൂബി ഉണ്ടാവാത്തത് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? എന്താണ് ഉസ്താദേ 3 നൂറ്റാണ്ടിന് പുറത്ത് വരാത്തത്? റാബിത്തത്തുൽ അദവിയ്യമാർ എന്താ വരാത്തത്? മാഷിദ വിട്ട് ഫിർഔൻ എന്താ വരാത്തത്? ആസിയ വിട്ട് റസൂൽ എന്താ വരാത്തത്? മറിയം വിട്ട് ഇമ്രാൻ എന്താ വരാത്തത്? ഖദീജ വിട്ട് ഖുവൈലിദ് എന്താ വരാത്തത്? എന്തുകൊണ്ടാ വരാത്തത്? ഫാത്തിമ ബിൻത് മുഹമ്മദ് എന്താ വരാത്തത്? എങ്ങനെയാ വരിക? وهل يرجى لأطفال سلام إذا ارتضوا سدينا قساتي. വാപ്പാന്റെ ഉമ്മാന്റെ സപ്പോർട്ടിൽ പോകുന്നവർ മദ്രസക്ക് ഒഴിവാക്കി ആവശ്യമായ ചൊവ്വാഴ്ചയും ശനിയാഴ്ച ഫുള്ളും അവർക്ക് ഏർപ്പാടാണ്. തിന്മക്ക് വേണ്ടി മക്കളെ പറഞ്ഞയക്കാം. നന്മ ആവശ്യപ്പെടുക ഒരാൾ വന്നാൽ അയാൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക. അവരെ മിസ്ലീഡ് ചെയ്യില്ല വേണ്ടത്. അങ്ങനെ ആവണമെന്ന് വിചാരിച്ചാണ് രക്ഷിതാക്കൾ തന്നെ പോലെ ഒന്നും അറിയാത്തവരാവരുത്, കൂപമണ്ഡൂകങ്ങളാവരുത് എന്ന് വിചാരിച്ച മക്കളെ ചേർക്കുന്നത്. അവരുടെ ലീഡറും അവിടുത്തെ ഹോൾഡറും അവിടുത്തെ എല്ലാം ആവേണ്ട അവിടുത്തെ രക്ഷിതാക്കളെ പോലെ നിലകൊള്ളേണ്ട ടീച്ചേഴ്സ് ആലോചിക്കണേ. അവരെ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകല്ല വേണ്ടത്. അവരുടെ നന്മയാണ് നിങ്ങൾ കാക്ഷിക്കേണ്ടത്. അവരെ മിസ്ലീഡ് ചെയ്യുകയല്ല വേണ്ടതെന്ന് വളരെ വിനയത്തോട് ഉപദേശിച്ചോട്ടെ അത്തരം ടീച്ചേഴ്സിനോട്. ഉപദേശം നന്മയാ ചെയ്യേണ്ടത്. ഒരാൾ തുമ്മുകയും അയാൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ അയാൾക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന്. അതാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട സാമൂഹ്യ ബാധ്യതയിൽ ഒന്നാമത്തേത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മെല്ലെന്ന് തുമ്മിയാൽ അയാൾ പറയട്ടെ അൽഹംദുലില്ലാഹ്. കേട്ടിരിക്കുന്ന ആള് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനെ ക്ഷമിച്ചു. ബറക്കത്തിന് വേണ്ടി അയാൾക്ക് ഖൈറിന് വേണ്ടി ദുആ ചെയ്യുക വേണ്ടത്. അയാൾക്ക് ദുആ ചെയ്യുക അത് സമൂഹ ബാധ്യതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ തുമ്മുന്നവർ ആലോചിക്കണേ, ആസ്വദിച്ച് തുമ്മരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതശ വളഅ യദഹു ഔ ഥൗബഹു അലാ ഫീ. തുമ്മുന്ന സമയത്ത് തൂവാലയോ കയ്യോ അവന്റെ വായക്ക് മുകളിൽ വെക്കട്ടെ. ഇടത്തെ കൈയുടെ പുറം ഭാഗം ഇങ്ങനെ. ഇതാണ് സുന്നത്ത്, ഇതാ ചെയ്യേണ്ടത്. എന്നിട്ട് ശബ്ദം താഴ്ത്തട്ടെ. ഒന്ന് റെഡ്യൂസ് ചെയ്യട്ടെ അവന്റെ ശബ്ദം. ആസ്വദിച്ചു ചിലരൊക്കെ ഒന്നുകൂടെ തുമ്മാൻ വേണ്ടിയിട്ട്. ഇത് പാടില്ലാത്തതാണെന്ന് തുറമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തുമ്മുന്നത് ഇഷ്ടമാണ്, അദബ് പാലിച്ചുകൊണ്ട്. എന്നിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതും ഇഷ്ടമാണ്. എന്നാൽ കോട്ടുവായ എഴുന്നത് അല്ലാഹുക്ക് വെറുപ്പുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കോട്ടുവായിടണ്ടെന്നല്ല, അതൊക്കെ അല്ലാഹുക്ക് വെറുപ്പാണ്. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് അങ്ങ് തുറന്നു പിടിക്കല്ല. മുതല പോലെ ക്രൊക്കഡൈൽ മൗസ് പോലെ ഇങ്ങനെ പിടിക്കല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്, സാമൂഹ്യ ബാധ്യതയാണ്. അടുത്ത് വേറെ ആളുണ്ട്, നീ സാമൂഹ്യ ജീവിയല്ലേ, അടുത്ത് വേറെ സമുദായങ്ങളില്ലേ, നാട്ടുകാരില്ലേ, കൂട്ടുകാരില്ലേ, ഫ്രണ്ടില്ലേ, അവർക്കൊന്നും വിഷമണ്ടാവരുത് നീ ആ വായ തുറക്കുമ്പോ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അത്തശാഉബു വൽ അതശത അശ്ശദീദ് മിനശ് ശൈത്വാൻ. വലിയ കോട്ടുവായിടുന്നത് അല്ലാഹ്ക്ക് ഇഷ്ടമില്ല, അത് ശൈത്താന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഉച്ചത്തിൽ തുമ്മുക എന്നതും ശൈത്താന്റെ ഭാഗമാണ്, അവനിൽ ഉണ്ടാവുന്നതാണെന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കോട്ടുവായ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കെമിസ്ട്രി പഠിക്കാനുണ്ടോ, ബയോളജിയിലുണ്ടോ? എന്താ ഈ സംഭവം?
ന്യൂസ് കാണുന്ന ഒരാൾ, ന്യൂസ് റീഡ് ചെയ്യുന്ന ഒരാൾ ആവിട്ടാലും കോട്ടുവായിട്ടാലും നമ്മളെന്ത് ചെയ്യും? കണ്ടുകൊണ്ടിരിക്കുന്ന ആളും ഇവിടുന്ന് ഇപ്പൊ ഒരാൾ ആവിട്ടാൽ ചെയിൻ പോലെ ചെയിൻ കോട്ടുവായകളാണ്. അപ്പുറത്തായിട്ട് എന്താ സംഭവം? ഇക്കിളിപ്പെടുത്തുക, അതെന്താ സാധനം? ആർക്കാ മറുപടി പറയാൻ പറ്റിയത്? ആർക്കാ മറുപടി പറയാൻ പറ്റിയത്? ഒരു സയൻസും ഇതുവരെ മറുപടി പറഞ്ഞില്ല. എന്താ കോട്ടുവായ? എങ്ങനെയാണ് മണി ചെയിൻ സംവിധാനം പോലെ എങ്ങനെയാ ഒരാളിട്ടാൽ മറ്റൊരാളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്യപ്പെടുന്നത്? അറിയില്ല. ഒന്ന് ഏതെങ്കിലും മർമ്മഭാഗത്ത് തൊട്ടാൽ ഇക്കിടി വരുന്നു. എന്താണത്? ഒന്നും മറുപടി ഇല്ല. ഒരു നിമിഷം നമ്മുടെ ശരീരം എല്ലാം സ്റ്റക്കായി പോകുന്നതല്ലേ തുമ്മുക എന്നൊക്കെ പറഞ്ഞത്? ഒരു നിമിഷം സ്റ്റക്ക് അതിലങ്ങ് നിന്നോയാൽ നമ്മളെ കഥ അല്ലാഹു തആല ദീർഘായുസ്സ് തരട്ടെ. അതുകൊണ്ട് അത് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മടിക്കരുത്. നാലാമത്തെ സാമൂഹ്യ ബാധ്യത, ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാള് രോഗിയായി കഴിഞ്ഞാൽ അയാളെ സന്ദർശിക്കുക എന്നത് സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. ദിവസം ഒരാൾക്ക് 3 ദിവസത്തോളം ഒരാൾക്ക് അസുഖമായി കിടക്കുകയും അത് ക്ഷമിച്ചുകൊണ്ട് നേരിടുകയും ചെയ്താൽ, ഒരു ഉമ്മ പ്രസവിച്ച സമയത്ത് അവന്റെ ശരീരം അവന്റെ മനസ്സെത്ര നിഷ്കളങ്കമാണോ അതേ രൂപത്തിലേക്ക് തെറ്റുകളില്ലാതെ പാപമോചിതനായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമ വേണം. وإن تابوا إلي فأنا حبيب وإن لم يتوبوا إلي فأنا طبيب قال رسول الله. ഒന്നനീറ്റിക്കുന്ന ഒരു സലാത്തിലിരിക്കാലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ صل على محمد يا رب صل عليه وسلم. കേൾക്ക് وإن تابوا إلي فأنا حبيب. തൗബ ചെയ്യുക എന്നത് സ്വർഗ്ഗത്തിന്റെ മാപ്പിനിയാണ്, സ്വർഗ്ഗത്തിലെത്താനുള്ള വഴിയാണ് തൗബ. എത്ര തിന്മ ചെയ്ത ആളായാലും രാത്രിയുള്ള ഒരു സ്പെഷ്യൽ കൗണ്ടർ സ്ഥാപിച്ചു ഒന്നാം ആകാശത്ത് തൗബ സ്വീകരിക്കാൻ പോയോ പറയാം നമ്മുടെ റബ്ബിനോട്. രാത്രി ചെയ്ത തിന്മയുടെ പാപമോചനത്തിന്റെ അപേക്ഷകളെ സ്വീകരിക്കാൻ പകലിൽ അല്ലാഹു ഒന്നാം ആകാശത്ത് സ്പെഷ്യൽ കൗണ്ടർ ഉണ്ടാക്കി. തൗബ ചെയ്യുക എന്നത് സ്വർഗത്തിൽ പുറകേറാനുള്ള ക്രൈറ്റീരിയയാണ്. അത് സ്വീകരിച്ചാൽ, അത് ചെയ്താൽ ഞാൻ അവനോട് ഇന്റിമേറ്റ് ഫ്രണ്ടിനെ പോലെ പാപമോചനം കൊടുക്കും, കൺഫ്യൂസ് ചെയ്ത് കൊടുക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? തൗബ ചെയ്യാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വരിക. പടച്ചോൻ ഇഷ്ടാണ് നമ്മളൊക്കെ നമ്മൾ ചെയ്യുന്ന തൗബ അല്ലാഹു കൂട്ടുകാരനെ പോലെ സ്വീകരിച്ച് നല്ല പരിഹാരങ്ങളെ പാപമോചനത്തെ അല്ലാഹു തആല തരും. നമ്മുടെ ദോഷം അല്ലാഹു തആല പൊറുക്കട്ടെ. സ്വർഗ്ഗത്തിലെത്താനുള്ള വഴിയാണ്. അതില്ലെങ്കിൽ പിന്നെ പറ്റൂല. അഹങ്കാരം കൊണ്ട്, സമയമില്ലായ്മ കൊണ്ട് തൗബ ചെയ്യാൻ നമ്മൾക്ക് നേരം കിട്ടിയില്ലെങ്കിൽ, കിബർ കൊണ്ട് ചെയ്തില്ലെങ്കിൽ, ഞാൻ രോഗി, ഞാൻ ഡോക്ടറെ പോലെയാണ് അവനോട് പെരുമാറുക. തൗബ ചെയ്യാൻ നേരം കിട്ടിയില്ല, തൗബ ചെയ്തില്ലെങ്കിൽ ഞാൻ അവന്റെ മുമ്പിൽ ഡോക്ടറാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പനിക്ക് ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഹെൽത്ത് സെന്ററിൽ കാണിക്കാനേ ഉള്ളൂ. അതല്ല, ഒരു സമയത്ത് ഡോക്ടർ പാരാസിറ്റമോൾ 350 ഡോസ് തരും. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ പനി മാറിയില്ല, 500 ഡോസ് ആക്കും. ഒരേ മരുന്ന് തന്നെയാണ് പ്രിസ്ക്രൈബ്, പക്ഷെ ഡോസ് കൂട്ടി. 3-ാം ദിവസം ചെന്നപ്പോ പറഞ്ഞു 650 കുടിച്ചോക്ക്, നാളെ കിട്ടിയില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു വാ, ബ്ലഡ് ഷുഗർ മറ്റൊക്കെ. ഡോക്ടർ ഏതൊക്കെ രീതിയാണ് സമീപിച്ചത്? 3ഓളം രീതികളാണ്. എന്നാൽ അതുപോലെയാണ് അല്ലാഹു ഒന്നാമതായിട്ട് അവനെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ അല്ലാഹു വെച്ച രീതി പാപമോചനമാണ്. അതിനവൻ വന്നില്ല. എന്നാൽ രണ്ടാമത്തെ രീതിയാണ്, അവൻ ഡയറക്ടറിനോട് തൗബ ചെയ്യാൻ വന്നില്ലെങ്കിൽ അവന് ചില വിഷമങ്ങളെ കൊടുക്കുക, അവന് ചില രോഗങ്ങളെ കൊടുക്കുക. ആ രോഗത്തിൽ അവൻ ക്ഷമിച്ചാൽ ഞാൻ അവന്റെ പാപമോചനം കൊടുക്കും. മനസ്സിലായില്ലേ? അതാണ്
ഡോക്ടറെ പോലെ സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തുള്ളാഹു. നമ്മളോട് ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. അതുകൊണ്ടാണ് ഇത്രയും പോംവഴികളെ അള്ളാഹു സ്വീകരിക്കുന്നത്. തൗബ ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പടച്ചവൻ നമുക്ക് രോഗം തരും, എക്കണോമിക്കൽ ക്രൈസിസുകൾ തരും, സാമ്പത്തിക പ്രതിസന്ധി തരും, സമൂഹത്തിലെ മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തരും. നമുക്ക് നമ്മളെ ചിലപ്പോൾ ദില്ലത്തിലാക്കും പടച്ചവൻ. അതിൽ ക്ഷമിച്ചു നിന്നാൽ അത് നമ്മുടെ പാപമോചനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എന്തിനാണ് ഈ പറഞ്ഞത് എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന രോഗങ്ങളെ ക്ഷമിച്ച് 3 ദിവസം ഒരാൾ കഴിഞ്ഞാൽ അയാൾ ഉമ്മ പ്രസവിച്ചന്നത്തെ പോലെ എല്ലാ പാപമോചനങ്ങളും കഴുകി ശുദ്ധവാനായി ഫിത്രത്തിൽ പോലെ മാറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇർഷാദുൽ ഇബാദ് വൈല സബീൽ റഷാദ് കിതാബിൽ ഇത് കാണുന്നുണ്ട്. ശരീരത്തിന്റെ രോഗങ്ങൾ നമുക്ക് റഹ്മത്താണ്. നാളെ സ്വർഗം കിട്ടാനുള്ള എളുപ്പവഴികളാണ് അതൊക്കെ. ഒരു ക്ഷമ കൊണ്ട് നേരിട്ടാൽ. എന്നാൽ കൽബിനും രോഗങ്ങളുണ്ട്. കൽബിന്റെ രോഗം നാളെ ശിക്ഷയുടെ കാരണങ്ങളാണ്. കൽബിന്റെ രോഗമാണ് അസൂയ, ജലസി. അതുണ്ടായാൽ നാളെ ശിക്ഷ കിട്ടും. ശരീരത്തിന്റെ രോഗങ്ങളാണ് പനി, സർജറി ചെയ്യേണ്ട രോഗങ്ങൾ, എപ്പിഡമിക് ഡിസീസസുകൾ. അതൊക്കെ അല്ലാഹു തആല നിനക്ക് തന്ന സ്വഭാവം നേരിട്ടാൽ നാളെ കൂലി കിട്ടും. റഹ്മത്താണ് അതൊക്കെ. എന്നാൽ കൽബിന്റെ രോഗമായ കിബറ്, ഉജ്ബ്, അസൂയ തുടങ്ങിയുള്ള രോഗങ്ങളെ, ഗളബ് തുടങ്ങിയ രോഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൽബിന്റെ രോഗമാണ്. അത് നാളെ അല്ലാഹു തആല ശിക്ഷിക്കുമെന്നതാണ് അതിന്. അതുകൊണ്ട് ഈ രോഗങ്ങളെയാണ് നമ്മൾ ചികിത്സ നടത്തേണ്ടത്. സത്യത്തിൽ നമ്മുടെ ചികിത്സ മുഴുവനും ശരീരത്തിനായി വഫാത്തോടുകൂടെ അട്ടർ വേസ്റ്റായി നാട്ടുകാരെ കൊണ്ടുപോയി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പറഞ്ഞ് തള്ളുന്ന ആ വേസ്റ്റായ ബോഡിക്ക് വേണ്ടിയല്ലേ നമ്മൾ ഒരുപാട് ചികിത്സകൾ നടത്തിയത്. മനസ്സിന്റെ അകത്തുള്ള ഉജ്ബ് പോക്കാൻ ചികിത്സ നടത്തിയിട്ടില്ല. മനസ്സിനകത്തുള്ള കിബറിയായി പോക്കാൻ ചികിത്സ നടത്തിയിട്ടില്ല. അത് നടത്തിയിരുന്നുവെങ്കിൽ ഗൂഗിൾ ഉസ്താദ് പറഞ്ഞില്ലേ 2014 29 മില്യൺ ആൻഡ്രോയിഡ് ഫോണുകളിലൂടെ സെൽഫികൾ എടുത്തു പോയിട്ടുണ്ട് എന്ന്. റിയാ ഉണ്ട് എന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം. 2014 ഗൂഗിൾ ഉസ്താദ് പറയാ, ആരോ ഗൂഗിൾ മനസ്സിലായില്ലേ, അവര് പറയാണ് 29 മില്യൺ ദശലക്ഷം സെൽഫികളാണ് ആൻഡ്രോയിഡ് ഫോണിലൂടെ മാത്രം എടുത്തു പോയത്. ശരീരത്തിന്റെ രോഗമാണത്. ആം ഓക്കെ, ദേ ആർ നോട്ട് ഓക്കെ, എല്ലാം എടുത്തു. ഇബാദത്ത് പോലും സെൽഫിയാക്കി അംഗീകരിച്ചു. അവിടെയല്ലേ ചികിത്സ നടത്തേണ്ടത്. ചെയ്യുന്ന അമലുകളെ വേറെ ആളുകൾക്ക് ഷെയർ ചെയ്യലാണ് സെൽഫി എന്ന് പറഞ്ഞത്. ഞാൻ ഇഹ്റാമിലാണ്, ഉംറക്ക് പോയിട്ടുണ്ട്, 4 ആൾ അറിയിക്കണം സെൽഫി. ഞാൻ തവാഫിലാണ്, കഅബ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഫോട്ടോ എടുത്തു. ഇന്നലെ ആരൊരു ഫോട്ടോ കണ്ടു, കറുപ്പിന്റെ മൊഞ്ച് കാണണമെങ്കിൽ കഅബ വേണം. എന്നിട്ട് അവൻ മുന്നിൽ എങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടാരെങ്കിലും ആളെനിക്കറിയില്ല. കഅബ കറുപ്പിന്റെ മൊഞ്ച് കാണണമെങ്കിൽ കഅബ കാണണമെന്ന് പറഞ്ഞു ഓർന്നിട്ടുള്ള സെൽഫിയാ. ولا يشرك بعبادة ربه أحدا. ചെയ്യുന്ന ഇബാദത്ത് ഒരാൾക്കും ഷെയർ കൊടുക്കരുത്. എന്തിനാണ് ഈ ഷെയറുകളൊക്കെ? ചെയ്യുന്ന അമലുകൾ ഇഷ്ടം പോലെ ഉണ്ടാകാം. നിന്റെ അളവിൽ നാളെ ചെല്ലുമ്പോൾ ഓരോന്നെടുത്തിട്ട് അതിന്റെ ഉള്ളിലെ ഇഖ്ലാസ് ഫലം നോക്കി വേസ്റ്റ് കൊട്ടയിലേക്ക്, ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. സബാനിയാക്കളോ നരകത്തിലേക്ക് കൊണ്ടുപോകും. ചെയ്യുന്നത് ഇഖ്ലാസോടാവുക. അല്ലാഹു നമ്മളെ അമാലുകളെ ഇഖ്ലാസുള്ള അമാലുകളിൽ ചേർത്തി തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. രോഗിയെ സന്ദർശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യസൽ ഫീ മുഫത്തിൽ ജന്ന ഹത്താ യർജിഅ. സ്വർഗ്ഗത്തിന്റെ പാതയിലാണ് തന്റെ കൂട്ടുകാരന്റെ രോഗസന്ദർശനത്തിന് പോകുമ്പോ അവൻ സ്വർഗ്ഗപാതയിലാണെന്ന് റസൂലുള്ളാഹ്. ഹത്താ യർജിഅ, മടങ്ങി പോകുന്നത് വരെ അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയിലാണെന്ന്. രോഗിയുടെ അടുക്കൽ വളരെ കുറച്ചു നേരം അവന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നിൽക്കരുത്, താമസിക്കരുത് എന്ന് മിഷ്കാത്തിൽ രേഖപ്പെടുത്തിയില്ലേ? ശമനം പ്രതീക്ഷിക്കാത്തടത്ത് പോയാൽ എല്ലാ ഭക്ഷണവും അവന് നൽകാവുന്നതാണ്. ശമനല്ല, ഞാൻ മരിക്കുന്ന എല്ലാവരും പറഞ്ഞത്. അങ്ങ് എത്തിയിട്ടുണ്ട്, അവന് ക്യാൻസർ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല, ലിവറില്ല, ഹാർട്ടിൽ ഒന്നുമില്ല, എന്നാൽ അവന് എല്ലാ ഭക്ഷണവും കൊടുക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു.
പറഞ്ഞ മനസ്സിലായില്ലല്ലോ. ഇനി അവന് പ്രതീക്ഷയില്ല. ഡോക്ടർ പറയാൻ ഇന്നാലിന്റെ ഭക്ഷണം ഒഴിവാക്കിയാൽ കുറച്ചാലും കൂടെ കിട്ടും. അവിടെ പിന്നെ അവന് ഭക്ഷണം കൊടുക്കേണ്ടിയില്ല. എല്ലാം തീർന്നു. ഇനി ഒന്നുമില്ല. ഇനി എന്ത് വിചാരിച്ചിട്ട് നാട്ടുകാരൊക്കെ വിളിച്ചോളൂ, കുടുംബക്കാരൊക്കെ വിളിച്ചോളൂ, മക്കളിൽ എന്തല്ല എന്ന് പറഞ്ഞേക്കോ അപ്പ സീരിയസിലാണെന്ന്. ഈ സാഹചര്യത്തിൽ പിന്നെ നമ്മളെ വക ഭക്ഷണം പിടിച്ചേക്കേണ്ടിയില്ല. നിങ്ങൾ ഭക്ഷണം അവനെ ഭക്ഷിപ്പിച്ചോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കണേ, നമ്മളൊക്കെ രോഗിക്കരികിൽ നിന്നാൽ നല്ല സംസാരമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇദാ ഹലറത്തുൽ മരീദ അവൽ മയ്യിത ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത അല്ലാഹു മാലാകമാർ അവിടെ സാക്ഷിയാണ്. എല്ലാം നിങ്ങൾ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് മയ്യത്തിന്റെയും രോഗിയുടെയും അടുക്കലെത്തുമ്പോ നല്ല നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ ബാധ്യതയാണ് ഒരാൾ വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക, പോവുക എന്നത്. ഒരാളെ സ്വീകരിക്കുക, ഒരാളുടെ വിളിയെ. ഇദാ ദുഇയ അഹദുകും ഫൽയജിബ് വഇൻ കാന സായിമാ. ഒരാള് രോഗി, ഒരാള് നിന്നെ കല്യാണത്തിലേക്കോ മറ്റു ഫംഗ്ഷനുകളിലേക്കോ വിളിച്ചാൽ അതിന്റെ ഇജാബത്ത് ചെയ്യൽ നിർബന്ധമായതും സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതുമാണ്. കുറെ ആൾക്കൊക്കെ സന്തോഷമായി എന്നോട് ഒന്നെ നല്ല പറഞ്ഞു അല്ലേ. കുറെ ചെറുപ്പക്കാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും. ഭക്ഷണം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമായിരുന്നു, ഒന്ന് കൂടെ പറയണേ, അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹും വറഹംഹും വബാരിക് ലഹും ഫീ റിസ്ഖിഹിം. ഇത് ദുആ ചെയ്തു പോരാ, ഇത് ദുആ ചെയ്തു പോരാ. ഒരു മസ്അല എന്റെ പ്രിയപ്പെട്ട മാലിന്യ നിവാസി ഉപ്പമാരോട് പറയട്ടെ, ഉസ്താദുമാർ ദ്വാരക്കാതൊക്കെ പോരും ചില സമയത്ത്. അങ്ങനെ പോന്നാൽ നമ്മളകത്തുനിന്ന് പെരുകീർക്കരുത്. ഭക്ഷണം തിന്ന് പോയ അയാൾ എമ്പക്കൊട്ട് പോയി എന്നല്ലാതെ ദ്വാരുന്നില്ലല്ലോ. നിങ്ങൾ ആ ഭക്ഷണം കൊടുക്കലോടുകൂടെ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഉദ്ദേശമുള്ള സ്വീകരിച്ചു. പക്ഷെ ദ്വാരക്കാനുള്ള ഉത്തരവാദിത്തം അത് ഉസ്താദിൻ്റെതാണ്. നിങ്ങളിൽ വിഷമിക്കേണ്ടതില്ല. അങ്ങനെ കാണാറും പരാതിപ്പെടാറുണ്ട്, അയാളെന്താ ഖത്തീബ് ഉസ്താദ് അല്ലെങ്കിൽ പള്ളിയിൽ മുഅദ്ദിന് ഭക്ഷണം കഴിച്ചെങ്കിൽ ഒരു ദ്വാ പോലും അയാളെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. ഞങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കും, അയാൾ കയ്യിലേക്ക് പോകും. നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കലോടെ കൂലി തന്നു. അവിടെ പ്രാർത്ഥിക്കേണ്ട ബാധ്യത ഉസ്താദിനാണ്. നിങ്ങൾ ബേജാറാവേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്തതിന് സൽക്കർമ്മത്തിന് കൂലി തന്നിട്ടുണ്ട്. കല്യാണ ഭക്ഷണമാണ് ഏറ്റവും മോശം ഭക്ഷണം. എന്താണ് ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത? അതിനെ ആശിച്ചു നിൽക്കുന്നവരെ തടഞ്ഞു വെക്കും. ഒരു കല്യാണത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച ആളുകളെ അതിലേക്ക് വിളിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ബറാഅത്തിന്റെയും മിഅ്റാജിന്റെയും വളരെ പുണ്യകരമായ ആശൂറ താസുവ രാത്രികളിലൊക്കെ നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ വിശാലത ചെയ്യണേ ഭക്ഷണത്തിനെന്ന് ഉസ്താദുമാരോട് ചോദിച്ചു. അങ്ങനെ ഒരു സുന്നത്തിന്റെ ബറാഅത്ത് വരാൻ പോവാണ്. 15 അടുത്ത മെയ് 11 രാത്രി വെള്ളിയാഴ്ച രാവിലെ വരാൻ പോവാണ്. വെള്ളിയാഴ്ച പകലിൽ മുമ്പാണ്. കേൾക്കണേ, കഴിഞ്ഞ 27 റജബ് അന്നൊക്കെ രാത്രിയിൽ നിങ്ങളുടെ സുന്നത്താണ് രക്ഷിതാക്കൾക്ക്, അവിടുത്തെ ഭർത്താക്കന്മാർക്ക്, കുടുംബത്തിന്റെ ഭക്ഷണത്തിൽ വിശാലതയായിരുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ, ഈ മഹലിലെ 150 വീടുകളിൽ ഈ ഒരു സുന്നത്ത് ഉണ്ടാവില്ല. ഭക്ഷണത്തിൽ വിശാലത ചെയ്യണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ പെരുന്നാളാണ്. പിന്നെ ബറാത്ത് വരുമ്പം എന്ത് ഭക്ഷണ വിശാലത പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായില്ലേ? എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ പെരുന്നാളാണ്. പിന്നെ ഈ സുന്നത്തിനും മറ്റെന്താ നമ്മൾ വിഭവം പുതിയ കൊടുക്കുക? എന്താ പുതിയത് കൊടുക്കുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആവശ്യമായവരെ ബ്ലോക്ക് ചെയ്യുന്ന കല്യാണങ്ങളിലെ ഭക്ഷണമാണ് ഏറ്റവും മോശം ഭക്ഷണം. എന്നാലോ വിളിക്കാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരെ മുഴുവനും വിളിച്ചു വരുത്തുകയും ചെയ്യും. ഈ വീടുകളിലെ ഈ കല്യാണങ്ങളിലെ ഭക്ഷണങ്ങളാണ് ഹബീബ് 1420 വർഷങ്ങൾക്കപ്പുറത്ത് 2017 നോക്കാൻ പവറുള്ള കണ്ണു കൊടുത്ത രാജകുമാരൻ വിളിച്ചു പറഞ്ഞത് എത്ര അർത്ഥഗർഭമായ പദങ്ങളിലൂടെയാണ്.
ഒന്ന് വിളിച്ചെങ്കിൽ അവിടെ പോകാമായിരുന്നു, ഒന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാമാരെന്ന് വിചാരിച്ചവരൊക്കെ ബ്ലോക്ക് ചെയ്യുകയും വിളിച്ചില്ലെങ്കിലെന്ന് കരുതി മുങ്ങി നടന്നവരെ നമ്പർ വാങ്ങി വിളിക്കുകയും ചെയ്യുന്ന സദസ്സുകള്, അവിടുത്തെ ട്രീറ്റ്മെന്റുകള്, അവിടുത്തെ ഭക്ഷണശാലകളാണ് ഏറ്റവും മോശം ഭക്ഷണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരികളും അങ്ങാടി പയ്യന്മാരും എന്റെ പ്രിയപ്പെട്ടവര് എല്ലാരും അടുത്തുനിന്ന് കേട്ടോളൂ. ഇനി പറയാൻ പോകുന്നത് അബൂദാവൂദ് ഉദ്ധരിച്ചതാണ്. മൻ ദഖല അലാ ഗൈരി ദഅവ ദഖല സാരിഖ വഖറജ മുഈറ. വിളിക്കാതെ കല്യാണങ്ങളിലേക്ക് പോകുന്ന ആള് ദഖല സാരിഖ, കള്ളനായിട്ടാണ് കല്യാണ പന്തലിലെത്തിയത്. വഖറജ മുഈറ, അക്രമം ചെയ്തിട്ടാണ് അവൻ തിരിച്ചു പോരുന്നത്. കള്ളനായിട്ടാണ് അവിടെ ചെന്നിട്ട് കൈ കൊടുത്തിട്ട് പറയും എനിക്കറിയിച്ച് വിളിക്കുന്ന കാണായിട്ടാണ് അല്ലേ, നമ്മളങ്ങനെ പറഞ്ഞ കണ്ടിട്ടായിട്ട് വിളിക്കാറുണ്ട് കല്യാണത്തിന് പോകും. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും ഓക്കെ, ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ ചിലപ്പോൾ ചില എക്സാഗ്രേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കുക. വിളിക്കാത്ത കല്യാണങ്ങളിലേക്ക് പോകുന്നത് ദഖല സാരിഖൻ. അബൂദാവൂദ് എന്റെ വകയല്ല, ദഖല സാരിഖ. സാരിഖെന്നാൽ കള്ളൻ, സ്റ്റീലർ, കള്ളനെ പോലെയാണവൻ ആ കല്യാണങ്ങളിലെത്തിയത്. അവിടെ അക്രമം ചെയ്തിട്ടാണ് അവൻ പോകുന്നത്. ക്രമത്തിനെതിരൊക്കെ അക്രമമാണ്, അവിടെ പോകാൻ പാടില്ലായിരുന്നു. അവൻ പോയി, അവൻ അക്രമം ചെയ്തിട്ടാ തിരിച്ചു പോകുന്നത് എന്ന് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണത്തിലേക്ക് വിളിച്ചാൽ അതിന് ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. ആരാണ് ഒരു വെള്ളിയാഴ്ച ഒരു ഞായറാഴ്ച രണ്ട് കല്യാണം വന്നാൽ എന്താ ചെയ്യാ? ഏറ്റവും അടുത്ത വീട്ടിലേക്കാണ് രണ്ടുപേർ, ഒരാൾ ദൂരത്തുള്ള ഒരാൾ വിളിച്ചു, ഒരാൾ അടുത്താളും വിളിച്ചാൽ അടുത്ത വീടാണ് നീ സെലക്ട് ചെയ്യേണ്ടത്. രണ്ടും പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ, അല്ല ഒന്നേ പോകാൻ പറ്റുമെങ്കിൽ അടുത്ത വാതിൽ കൊണ്ട് അടുത്തടുത്താ പോകേണ്ടത്. നമ്മൾ പോവതല്ല, അവിടെ പിന്നെ കയറാമല്ലോ, നമ്മളപ്പുറത്ത് നാദാപുരത്തേക്ക് പോവാം, അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് വിളിച്ചാൽ അവിടേക്ക് പോവാം, ഇവിടെ പിന്നെയും കയറാമല്ലോ. ഇത്തങ്ങൾ പറഞ്ഞു അതിൽ തന്നെ പറയുന്നുള്ള ആരാണോ ആദ്യം വിളിച്ചത്, വാതിൽ നോക്കുമ്പോ രണ്ടും സെയിം, ഒരു മാലിൽ തന്നെയാണ്. ഒരു സ്ഥലത്ത് പോയാൽ മറ്റു പാടിക്കണം മോശ. എന്നാൽ ആരാണ് ആദ്യം വിളിച്ചത് അവിടെ പോകണം എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ശരീഅത്ത് ഇമാം ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. ആലോചിക്കണേ, ഇത് സാമൂഹ്യ മാതൃകയാണ്. അഞ്ചാമതായിട്ടുള്ള ഹബീബ് പരിചയപ്പെടുത്തിയത്, ആറാമതായിട്ടുള്ള ഹബീബ് പരിചയപ്പെടുത്തിയത്. ഞാൻ അവസാനിപ്പിച്ചോട്ടെ, സമയം ഏറെ വൈകുന്നുണ്ട്. ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തര കർമ്മങ്ങൾ ചെയ്യുക എന്നത് സാമൂഹ്യ ബാധ്യതയിൽപ്പെട്ടതാണ്. ഒരാൾ ചെയ്താലല്ല നാട്ടുകാരൊക്കെ രക്ഷപ്പെട്ടു കുറ്റത്തിൽ നിന്ന്. ഇത് ഫർള് കിഫയ, ഒരാൾ ചെയ്താൽ മതി. മരണമെന്ന് പറയുന്നത് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞോട്ടെ, the permanent disappearance of every sign of life. ജീവിതത്തിലെ ഈ ലോകത്തെ ജീവിതത്തിൽ നിന്നുള്ള ഡിസപ്പിയറൻസ് ആണ്, ഒരു ചെറിയ മാറ്റം മാത്രമാണ് മരണമെന്ന് പറയുന്നത്. കാലാകാലത്തേക്കും തീരുന്നതല്ല. ഇന്ന് പല മുസ്ലിമീങ്ങളും സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി. പല ആളുകളും മുക്കപ്പെടുത്ത സ്ഥലത്ത് ഉമ്മ എന്തോ ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ 10ാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ചു. ഇന്നൊരു ട്രെൻഡായി മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇമാം ഗസാലി തങ്ങൾ പറയാ, തീരല്ല മോനെ, തീരല്ല മോളെ, എന്താവട്ടെ അല്ലാഹു തന്ന ശരീരത്തെ നീ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്. അൽ മൗതു ബാബു വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശൈഇ ബഅദൽ മൗതി മത്താഉ. മരണമെന്ന് പറയുന്നത് ദുനിയാവിലെ ജീവിതത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണ്, എന്നേക്കുമുള്ള ലോകത്തേക്ക്. ഇതാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത്. തിരുത്താറസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ലാക്കിളേങ്ങി വിതുമ്പേ പാടി പ്രേമ പിരിശത്താൽ മനം നേരെ കരഞ്ഞോ പാടി.
ഇഷ്കിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി വിഷാദത്തിൽ ഇശലമൂളെ കരള് പൊട്ടി എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി എന്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി ജനാസ കൊണ്ടുവരുമ്പോ കാണുന്ന ആളുകൾ പറയേണ്ട ദിക്റാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്. പോകുമ്പോൾ ഒരു ദിക്ർ പഠിച്ചോളി. നമ്മളൊക്കെ എന്താണ് മയ്യത്ത് കൊണ്ടുവരുന്നത്? ദൂരദിക്കിൽ വെച്ച് കാണുന്ന ഒരാൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്. ഒന്നൊക്കെ പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്. കൊണ്ടുപോകുന്നവർ വളരെ പതുക്കെ പറയണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യത്ത് കൊണ്ടുപോകുന്ന ആളുകൾ ഒരിക്കലും വാഹനം ഉപയോഗിക്കാൻ പാടില്ല. കൊണ്ടുപോകുന്നവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് പിടിക്കുന്നവർ എന്നല്ല. മയ്യത്തിന്റെ കൂടെ പള്ളിയിലേക്ക് പോകേണ്ടത് കാൽനടയായിട്ടാണ്. അയാളുടെ അവസ്ഥകളെ ചിന്തിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ഒരിക്കലും വാഹനം എടുക്കരുത് എന്നാണ്. ഒരിക്കലും വാഹനത്തിൽ യാത്ര ചെയ്യരുത് എന്നാണ്. എന്നാൽ നമ്മളൊക്കെ ഇന്ന് വാഹനത്തിലല്ലാതെ ജനാസന്റെ കൂടെ ആരാ പോകാറുള്ളത്? ജനാസ പരിപാലിക്കാൻ പള്ളിയിലേക്ക് മയ്യത്തിനോടൊന്നിച്ചു പോകുന്നതിന് അല്ലാഹു ഒരു ഖൈറാത്ത് കൂലി തരുമെന്നാണ്. ഖൈറാത്ത് എന്നാൽ ഉഹുദ് മലക്ക് സമാനമായ കൂലി അല്ലാഹു തരട്ടെ. ഒന്നാലോചിക്ക് പോയിറങ്ങി കണ്ടുകൊണ്ടില്ല. അല്ലാഹുവിന്റെ കൂടെ നാളെ നമ്മൾക്ക് പോകേണ്ടവരാണ്. ഒരുപാട് ആളുകളെ ജനാസയെ സംബന്ധിക്കാനും അത് കഴിഞ്ഞിറങ്ങി നല്ല ആളാണെന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനും നമ്മൾ ഇന്ന് മറ്റൊരാളുടെ ജനാസയിൽ പങ്കെടുക്കണ്ടേ? ഗിവ് ആൻഡ് ടേക്ക് സംവിധാനമല്ലേ? അങ്ങോട്ട് നേരത്തെ കൊടുത്തെങ്കിലല്ലേ പിന്നീട് തിരിച്ചു കിട്ടുള്ളൂ. അതുകൊണ്ട് പോകാൻ വേണ്ടി തയ്യാറാവാം. ജനാസ കബറടക്കിയതിന് ശേഷം തസ്ബീഹും തൽഖീറും കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ അല്ലാഹു 2 ഖൈറാത്ത് അയാൾക്ക് കൊടുക്കുമെന്നാണ്. ഒരു ഖൈറാത്ത് ഒരു ഹുദുമലയുടെ സമാനമായ കൂലി. അവിടെ നിന്ന് മറവ് ചെയ്യുന്നത് വരെ നിന്നാൽ 2 ഹുദുമലയുടെ കൂലി അല്ലാഹു തരുമെന്നാണ്. ഒഴിച്ചു കളയരുതേ. വളരെ അമൂല്യമായ സമയമാണിത്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഒരുപാട് സാമൂഹ്യ ബാധ്യതകൾ 6ഓളം അല്ലാഹുവിന്റെ ഒരു ഹദീസിൽ വിശദീകരിച്ച് നമ്മളുടെ പറഞ്ഞു. നമ്മുടെ മുമ്പിൽ വേറെയും ഒരുപാട് സാമൂഹ്യ ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നല്ലേ നമ്മുടെ വീടുകൾ മനോഹരമാകുമ്പോ അള്ളാഹുവിന്റെ പള്ളികളും മുൻപുള്ളതാക്കുക എന്നത്. അള്ളാഹുവിന്റെ പള്ളികളും മുൻപുള്ളതാക്കുക എന്നത് ആ സാമൂഹ്യ ബാധ്യതയല്ലേ? അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തിലല്ലേ നമ്മളൊക്കെ ഇന്ന് ഈ സദസ്സ് ഒരുമിച്ച് കൂടിയത്? കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറത്തിലെ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിച്ചു തന്നില്ലേ? വഹും യസ്തരിഫൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ വഹും യസ്തരിഫൂന ഫീഹാ. നരകനിവാസികളായ ആളുകൾ റബ്ബിന്റെ മുമ്പിൽ അട്ടഹസിച്ച് പരാതി പറയുന്നുണ്ട്. എന്താ പരാതി എന്നറിയോ? റബ്ബനാ അഖ്രിജ്നാ, ഞങ്ങളൊന്ന് പുറത്തിറക്കി തരാമോ? നരകത്തിലെ ചുറ്റുകൊള്ളുന്ന ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി തരാമോ? ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ മാലിക് ഹാസിർ ജഹന്നമനോടൊന്ന് പറയാമോ? അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഈ ഒരു അപേക്ഷയാണ് അട്ടഹസിച്ച് അലമുറയിട്ടുകൊണ്ട് അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയുടെ ആധിക്യം കൊണ്ട് സ്വർഗത്തിന് അവകാശികളായി മാറ്റിയവർക്ക് അതിന്റെ അഹ്ലുകാർക്ക് അല്ലാഹുവിനോട് പറയാനുള്ളത് എന്താ? പുറത്തിറക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓടിക്കളയാനാണോ? പരോളിലിറങ്ങി മുങ്ങാനാണോ? വിദേശ രാജ്യങ്ങളിലേക്ക് കയറി പോവാനാണോ? ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണോ നിങ്ങൾ പുറത്തു പോകുന്നത്? അല്ലേ? അല്ല. നഅമൽ സ്വാലിഹാ, നഅമൽ സ്വാലിഹാ, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. നിങ്ങൾ വഫാത്താകുന്നത് വരെ അങ്ങനെ ഒരു സൽക്കർമ്മം ഭൂമിയിലില്ലായിരുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന 2017 ഇല്ലാത്ത ശരീഅത്ത് വല്ലതും മഹദീമാവി കൊണ്ടുവന്നോ? വല്ല ശരീഅത്തും ഈസാ നബി കൊണ്ടുവന്നോ? പിന്നേത് നന്മയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഗൈറല്ലദീ കുന്നാ
കുന്നാ നഅമൽ, ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ലാതെ പോയ നന്മ ചെയ്യാനാ ഞങ്ങളൊന്ന് പുറത്തു വിട്ടരൂ എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ ചെയ്യാതെ പോയതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ആളുകളോട് മറുപടി പറയുന്നുണ്ട്. 2017 28 രാത്രി വന്നരായ ഉസ്താദുമാർ നിങ്ങളുടെ മുമ്പിൽ, 27 രാത്രി വന്നരായ ഉസ്താദുമാർ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ലായിരുന്നോ അല്ലാഹുവിന്റെ പകൽ നിർമ്മാണത്തിൽ അവിടുത്തെ പുതുക്കി പണികളിൽ നിങ്ങളൊന്ന് ചേർന്ന് നിന്നാൽ സ്വർഗത്തിൽ അല്ലാഹു നിങ്ങൾക്ക് വീടുകളെ വെച്ച് തരുമെന്ന്. ഒരു മാടപ്രാവിനെ പാർക്കാൻ പാത്രം മാത്രമുള്ള ഒരു ചെറിയ പള്ളിയാണ് ഉണ്ടാക്കിയതെങ്കിലും ഈ ബോക്സിൽ എത്ര പ്രാവുകൾക്ക് താമസിക്കാൻ പറ്റും? അതിലും ചെറിയതാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ വലിയ പാലസുകളെ തരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അന്ന് പിടിച്ചു വെച്ചില്ലേ? അന്ന് കൊല്ലങ്ങൾക്ക് പുറത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചില്ലേ? അന്ന് നിങ്ങൾക്ക് നാളെ പോവാൻ ആലോചിച്ചില്ലേ? ഷോപ്പിങ്ങിന് ആലോചിച്ചില്ലേ? വീടിന്റെ മൗണ്ടിങ്ങിൽ വെച്ച കാശില്ല എന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാ ഞാനിത് കൊടുക്കുന്നത് എന്ന് കരുതിയിട്ട് കാതുവക്ക് ചുറ്റുകളും കഴുത്തിലെ മാലകളും എല്ലാം സൂക്ഷിച്ചു വെച്ചില്ലേ? കൊടുക്കാൻ തോന്നിയില്ലല്ലേ? മരിക്കുന്നതിന്റെ 3 മിനിറ്റ് മുമ്പ് സുപ്രഭാത പത്രത്തിലെ കഥ ഇന്നലെ ഇവിടെ ഉസ്താദ് വിശദീകരിച്ചു വന്നല്ലോ. പടച്ചവനെ, ആ സമയത്ത് പറയാ ഞാൻ സദഖ കൊടുത്തോളാമെന്ന്. അവസാന സെക്കൻഡിൽ വിചാരം ഞാനൊന്ന് പോയിട്ട് എന്റെ മരുമകനെ ഏൽപ്പിക്കട്ടെ, എന്റെ ബിസിനസ് എന്നല്ല, ഞാൻ ആ ടാലി ഒന്ന് നോക്കട്ടെ എന്നല്ല, ഞാൻ ആ വിദേശ പര്യടനം കൂടെ കഴിയട്ടെ എന്നല്ല, അതൊന്നും അയാളെ മനസ്സിലായില്ല. എന്റെ സദഖ മാത്രം പറയാൻ നിന്നത് കലാ നിസ്കാരങ്ങളില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലം നോൽക്കാൻ സാധിക്കാതെ പോയിരുന്നു. നോമ്പില്ലേ സഹോദരി നിനക്ക്, നോമ്പില്ലേ സഹോദര ചെറുപ്പക്കാരാ നിനക്ക്, കാശുണ്ടായിട്ട് അച്ഛന് പോവാൻ സമയം ഉണ്ടായിരുന്നില്ലല്ലേ? എന്റെ ഇതൊന്നും പറയാനൊരു ആയത്തില് അവസാന നിമിഷത്തിൽ ചെയ്യാത്ത നോമ്പിനെ കുറിച്ച് ഓർമ്മയില്ല, ചെയ്യാത്ത കലാനിസ്കാരങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. ഒരേ ഒരു ഓർമ്മയാണ്, അതേതാണ്? ഞാൻ സദഖ കൊടുക്കാമെന്നാണ് അവസാന നിമിഷത്തിൽ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നിസ്കരിക്കേണ്ട ആള് പറഞ്ഞാൽ ഓക്കെ, എല്ലാവരും റെഡിയാണ്, ഒരു റിസ്കുമില്ല, ഞാൻ നിസ്കരിക്കാൻ റെഡിയാണ്, അച്ഛന് പോകാൻ റെഡിയാണുള്ളത് കാണാനല്ല, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ റെഡിയാണുള്ളതൊക്കെ ചെയ്യാനല്ലോ. പക്ഷേ കാശ് കൊടുക്കേണ്ട സദഖയുടെയോ സക്കാത്തിന്റെയോ ആര് പറഞ്ഞാൽ ആരാ സ്വീകരിക്കാൻ തയ്യാറുള്ളത്? 2 ഐറ്റം മുസ്ലിമീങ്ങളാണുള്ളത്. ഒന്ന് ഓർഡിനറി മുസ്ലിമും 2 എക്സ്ട്രാ ഓർഡിനറി മുസ്ലിമുമാണ്. ഓർഡിനറി മുസ്ലിം എന്ന് പറഞ്ഞാൽ കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ആദമിന്റെ മക്കൾ അവിടെ അന്നാണെങ്കിലോ അവിടത്തെ സൃഷ്ടിപ്പ് മണ്ണുകൊണ്ട്, മണ്ണിന്റെ സ്വഭാവം കാണിക്കണമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കള് ചോക്കോ കൊണ്ട് നിർമ്മിച്ചത്, അതിന്റെ ടേസ്റ്റ് കാണിക്കണമല്ലോ. അതല്ലേ നമ്മൾ ഒരുപാട് ചോക്ലേറ്റുകളിലൂടെ രുചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മണ്ണിന്റെ സൃഷ്ടിയായ മനുഷ്യർ, സാധാരണ മനുഷ്യർ അവസ്ഥ, അവർ മണ്ണിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണിന്റെ സ്വഭാവം ഭൂഗുരുത്വാകർഷണ ഫലമാണ്. എല്ലാം തന്നിലേക്ക് വാരി വെക്കുന്ന അവസ്ഥ, എല്ലാം തന്റെ പോക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അവസ്ഥ, ഇതാണ് സാധാരണ മനുഷ്യൻ. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ الذين ينفقون في السراء والضراء. അല്ലാഹുവിന് വേണ്ടിയിട്ട് ക്ഷാമത്തിലും ക്ഷേമത്തിലും എല്ലാം സമർപ്പിക്കുന്നവനാണ്. സാധാരണ മുഅ്മിൻ എന്ന് പറയുന്നത് പടച്ചറബ്ബേ അതാവാൻ എനിക്ക് സാധ്യമായില്ല, അതുകൊണ്ട് എല്ലാ വേലും കേൾക്കാൻ റെഡിയായിരുന്നു, എല്ലാം റെഡിയാണ്. പക്ഷെ പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞ പരിക്ക് മടിയായിരുന്നു. അതുകൊണ്ടാണ് ആ വിഷയം മരിക്കുന്ന നേരത്തെ എടുത്തു പറയുന്നത്. അല്ലാഹു മറുപടി പറയുന്നത് കേട്ടോളൂ. ആ സദഖ ചെയ്യാം, അദ്ദേഹത്തെ പുറത്തിറക്കി വിടാമോ എന്ന് ചോദിച്ചപ്പോ അവലം
ഉഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. നിനക്ക് ഞാൻ ആയുസ് തന്നില്ലായിരുന്നു. 15 വയസ്സ് വരെ ജീവിച്ച സ്ക്രീനേജുകാരാ 15 കൊല്ലം തന്നില്ലായിരുന്നു. 25 വയസ്സ് വരെ ജീവിച്ച ചെറുപ്പക്കാരാ നിനക്ക് ഞാൻ 25 വയസ്സ് തന്നില്ലായിരുന്നു. 60 കൊല്ലക്കാലം ജീവിച്ച ഉമ്മ ഉപ്പ നിനക്ക് 60 കൊല്ലം തന്നില്ലായിരുന്നു. അവലം യുഅമ്മിറുകും മാ തദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ആയുസ് തന്നില്ലേ? ആയുസ് കൊണ്ടായിരുന്നു ഉസ്താദ്, പക്ഷെ പറയാൻ ആളില്ലായിരുന്നു. എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നെന്ന്. അതും പറയാൻ പറ്റില്ല റബ്ബിന്റെ മുമ്പിൽ. വളരെ മനോഹരമായിട്ട് ഇന്നലെ രാത്രി ഉസ്താദിനോട് പറഞ്ഞില്ലായിരുന്നു. ഇന്നലെ രാത്രി പറഞ്ഞില്ലായിരുന്നു. 1.25 ലക്ഷത്തോളം അമ്പിയാക്കന്മാരെ ഞാൻ പറഞ്ഞയച്ചില്ലായിരുന്നു നിങ്ങളടുത്ത് നന്മ ചെയ്യാൻ ഉപദേശിക്കാൻ വേണ്ടിയിട്ട്. എന്താ പിന്നെ റബ്ബിനോട് നമ്മൾ പറയാ? ആയുസ് കിട്ടിയിട്ടുണ്ട്, ചെയ്യേണ്ട അമലുകളെ കുറിച്ച് പറഞ്ഞുതരാൻ 1.25 ലക്ഷം അമ്പിയാക്കളെയും അവരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരെ തന്നില്ലായിരുന്നു. അതുകൊണ്ട് ചെയ്യൂ നരകത്തിന്റെ ശിക്ഷകളെ. നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ ഒരു പാർട്ടി പ്രവർത്തകരും വരില്ല, ഒരു MLA നിങ്ങൾക്ക് വേണ്ടി വശാന പാടില്ല, നിങ്ങളെ പരാതി കിടക്കാൻ ആരുമില്ല. ഇന്ന് ഞാൻ മാത്രമാണ് അധികാരി എന്ന് പറയുന്ന ആ ഒരു രാവ്, ആ ഒരു പകരം, ആ ഒരു സന്ദർഭം, ആ ഒരു സിറ്റുവേഷൻ ഈ അവസരം വരുന്നതിന് മുമ്പ്, ധർമ്മസങ്കടം പറയേണ്ടി വരുന്നതിന് മുമ്പ് ഓർക്കണേ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം തന്നാൽ തന്നെ സിറാത്തിലൂടെ അവിടെ പോകാതെ സ്വർഗ്ഗത്തിലെത്തില്ല. സിറാത്തിലൂടെ പോകാതെ സ്വർഗ്ഗത്തിലെത്തില്ല. എന്താണ് സിറാത്ത് എന്നറിയോ? പരിശുദ്ധമായ 3000 കൊല്ലം കടന്നു പോവേണ്ട ആ നരകത്തിന്റെ മുകളിൽ മംദൂദാക്കി വെച്ച സ്ഥാപിക്കപ്പെട്ട ആ സിറാത്തിലൂടെ കടന്നു പോകണ്ടേ? ഒരുപാട് ടോള് കൊടുത്തിട്ടല്ലേ ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. നന്ദിയിൽ ടോള് കൊടുക്കണ്ടേ? ആ ഭാഗത്തോടല്ല, ആ ഭാഗത്തോടല്ല വന്നത്. ഏതായാലും ഇന്നലകളിൽ കണ്ണൂർ പോയപ്പോ നന്ദിയിൽ കൊടുക്കേണ്ടി വന്നു, കൊയിലാണ്ടി കൊടുക്കേണ്ടി വന്നു, ഒരുപാട് ഭാഗത്ത് കൊടുക്കേണ്ടി വന്നു. ആലോചിക്ക്, കേരളത്തിലെ പാലങ്ങളിൽ ഇത്രയും ടോള മനസ്സിലാക്കണം നമ്മളൊക്കെ. അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ 45,000, വോൾവോ ബസ്സുകൾക്ക് 70,000 ടാക്സ് കൊടുക്കുന്നത്. എന്നാൽ നാളെ അല്ലാഹു നരകത്തിന്റെ മുകളിൽ സ്ഥാപിച്ച പാലം അത് വാതിനേക്കാൾ മൂർച്ചയുള്ളതാണ്, ഒരുപാട് കൊളുത്തുകൾ ഉള്ളതാണ്. വളരെ നിസ്സാരമായി ഈ ഒഴുക്കിനത്ത് നിങ്ങൾ വിചാരിക്കല്ലേ, അത് വലിയ ബേജാറുള്ള ഒരു മേഖല തന്നെയാണ്. 2 മിനിറ്റ് ഡ്യൂറേഷനുള്ള മലബാറിലെ പാലങ്ങൾക്ക് 10ഉം 20ഉം ഒക്കെ ഒരു ദിവസം നമ്മൾ വാഹനത്തിന് ടോൾ കൊടുക്കുന്നുവെങ്കിൽ, റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് ടോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, നാളെ സിറാത്തിന്റെ പാലത്തിൽ 3000 കൊല്ലം കടന്നു പോവേണ്ടവരാണ് നമ്മൾ. ഉമ്മ ഉപ്പ, എത്ര ടോളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്? അള്ളാഹ്ക്ക് വേണ്ടി അവിടെ രക്ഷപ്പെടാൻ നമ്മൾക്ക് ഉപയോഗമാകുന്ന ഒരു ടോൾ പിരിവല്ലേ ഇവിടെ നടക്കുന്നത്? അവന്റെ പള്ളിയെ മുഞ്ചുള്ളതാക്കുക, അവന്റെ മറ്റു നന്മയുടെ മേഖലകളെ ഒന്ന് പുഷപ്പ് ചെയ്യാം, ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാം. ഇതിനൊക്കെയല്ലേ നമ്മൾ ധർമ്മം ചെയ്യേണ്ടത്? ഇതല്ലേ നാളത്തെ സിറാത്തിലെ ടോളായിട്ട് മാറുന്നത്? ഈ പള്ളിയിൽ ആരൊക്കെയാണോ നിങ്ങൾ ചെയ്ത നന്മയുടെ സദഖയുടെ ഭാഗതകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനോഹരമായ പള്ളിയിൽ ആരൊക്കെ സുജൂദ് ചെയ്യുന്നുവോ അവരുടെയൊക്കെ സുജൂദിന്റെ മിഥില സവാബ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മരണപ്പെട്ടാലും വന്നു ചേരുന്നുണ്ട് എന്ന് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ, മദീനയുടെ നിലാവ് മുഹമ്മദ് മുസ്തഫ, ഖൈബറിന്റെ പടനായകൻ മുഹമ്മദ് മുസ്തഫ, ഷാഫിയെ കാഫിയെ തയ്യിബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്തിന്റെ ടോളായ ഉസ്താദ് അവരുകളെ ഞാൻ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇന്നലകളിൽ കൊടുത്തത് മൈൻഡ് ചെയ്യാതെ പടച്ചറപ്പേ ആ സിറാത്ത് രക്ഷപ്പെടാൻ കഷ്ടപ്പെട്ട് താഴെ വീണ് പോയാൽ ആ കഷ്ടപ്പാട് തീരാത്ത ടേസ്റ്റ് ചെയ്യാൻ അല്ലാഹുവിന്റെ ഓർഡർ വരികയും ബാലാകമാർ സബാനിയാക്കൾ കൊണ്ടുപോയി നിങ്ങൾ പീഡിപ്പിക്കുകയും ചെയ്യുന്ന നരകത്തിൽ കിടക്കാൻ ആവില്ല റബ്ബേ. വലാ തുവാ അലാ നാരിൽ ജഹീമി
സിദ്ദീഖ് തങ്ങളുടെ പ്രാർത്ഥന പോലെ സാധ്യമല്ല റബ്ബേ, അവിടെ പോവാൻ കഴിയില്ല. ശുചായില്ല കറവന്ന പാമ്പിന്റെ കൊത്തേൽക്കാൻ കമലിൽ സാധ്യമല്ല റബ്ബേ എന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന സദഖകളിൽ മർമ്മപ്രധാനമായത് പടച്ച റബ്ബേ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ കമ്മിറ്റിയുമായിട്ട് സഹകരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഉമ്മമാര് കേൾക്കണേ സയ്യിദത്തുന ഫാത്തിമ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിലേക്ക് ഒരു ജൂതനായ മനുഷ്യൻ ഹബീബിന്റെ അടുത്ത് വന്നിട്ട് വല്ലതും ആവശ്യപ്പെട്ടു വന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു ആ ജൂതനോട് ഇവിടെ ഒന്നുമില്ല അങ്ങ് പോയിക്കോ, എന്റെ മരുമകനായ എന്റെ മോള് ഫാത്തിമ താമസിക്കുന്ന അവിടെ ചെന്ന് പറയേ, നിങ്ങളുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ രാജകുമാരൻ പറഞ്ഞയച്ചതാണ് വല്ലതും തരാനെന്ന്, ഭക്ഷണമോ മറ്റെന്തെങ്കിലുമായിട്ട് തരാനെന്ന്. ഫാത്തിമ ബീവി കരികിലെത്തിയിട്ട് പറഞ്ഞു എന്നെ നിങ്ങളുടെ ഉപ്പ പറഞ്ഞയച്ചതാണെന്ന്. ഫാത്തിമ ബീവി അടുക്കളയിൽ പോയി നോക്കി, ഒരു ഭക്ഷണവും കൊടുക്കാനില്ല, ഒന്നും കൊടുക്കാനേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോ പിന്നെ പോയത് അവിടുത്തെ ബെഡ്റൂമിലേക്കാണ്. ഇന്നത്തെ നമ്മുടെ ബെഡ്റൂം ആലോചിക്കേണ്ട, അന്നത്തെ ഈത്തപ്പനയുടെ ചെറിയ തടുക്ക് വെച്ചുണ്ടാക്കിയ ബെഡ്റൂമിലേക്ക് ചെന്നു. ഫാത്തിമ ബീവി ആലോചിച്ചു, റബ്ബേ ഇനി എന്താണ്, വാപ്പ പറഞ്ഞയച്ചിട്ട് എന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുവിടുകയോ? അവിടെ നിന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ കയറി വന്നത് എന്റെ ഉപ്പ ഖദീജ. അവരുടെ ഓർമ്മക്കായി അവിടുത്തെ നെഞ്ചിൽ കിടന്നിരുന്ന ഒരു ലോകത്തെ ഏൽപ്പിച്ചിരുന്നുവല്ലോ. എന്റെ ഉമ്മാനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനതെടുത്ത് നോക്കിയിട്ട് കരയുന്ന എന്റെ ഉമ്മാന്റെ മാറിൽ കിടന്ന ആ ലോകത്ത് മാത്രമാണ് ഒരാൾക്ക് കൊടുക്കാൻ ശേഷിക്കുന്നത് എന്റെ വീട്ടിൽ. ആ ലോകത്തെടുത്ത് നോക്കിയിട്ട് തപ്പിക്കഴിഞ്ഞിട്ടുണ്ട് ഫാത്തിമ. പൊട്ടിക്കറിഞ്ഞിട്ടാണ് ദൂതന്റെ കയ്യിൽ കൊടുത്തത്. ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? ഇതെന്റെ ഉമ്മയായ നിൽക്കുന്നത്, എന്റെ ഉമ്മയെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അല്ലാഹുവിന് വേണ്ടിയിട്ട് എന്റെ ഉമ്മ അത്രയും ഓർമ്മയ്ക്ക് വേണ്ടി എന്നെ ഏൽപ്പിച്ചത്. ഞാൻ എന്റെ ഉമ്മ വിറ്റതിന് സമാനമാണെന്ന് പറഞ്ഞ് കരങ്ങിയ കണ്ണുകളുമായി ഗദ്ഗതങ്ങളോടെ ആ ജൂതനെ ഏൽപ്പിച്ചു. കരച്ചിൽ കണ്ട് വേദന കൊണ്ട് ആ ജൂതൻ ഹബീബിന്റെ അടുക്കലേക്ക് ചെന്നു. നബിയേ, അങ്ങ് വിട്ട പോലെ അവിടുത്തെ മകളിലേക്ക് ഒരു ലോക്കറ്റ് തന്നിട്ടുണ്ട്, പക്ഷെ തന്നപ്പോ പൊട്ടിക്കരങ്ങിയിരുന്നു ഫാത്തിമ. നബി ചോദിച്ചു, ഒന്നിങ്ങി കാണിച്ചു തരുമോ? എന്താണ് ആ ലോക്കറ്റ്? ഞാനൊന്ന് കാണട്ടെ. ഫാത്തിമ കരയിപ്പിച്ചത് എന്താണ്? ഏത് ലോക്കറ്റാണിത്? ദൂതൻ പറഞ്ഞു കൊടുത്തു, നബിയേ അത് ഖദീജയുടെ മാറിടത്തിൽ കിടന്ന ലോക്കറ്റ്. അത് ഖദീജയുടെ മാറിടത്തിൽ കിടന്ന ലോക്കറ്റ്. നൂറുകണക്കിന് സ്റ്റെപ്പിന് മുകളിൽ ആരാധനാ നിരതനായിരുന്ന സമയത്ത് നൂറുകണക്കിന് സ്റ്റെപ്പ് കയറിയിട്ട് ഹബീബിന് ഭക്ഷണം എത്തിച്ചു കൊടുത്തത് 55-ാമത്തെ വയസ്സിലായിരുന്നു. വലിയ ധനാഢ്യയായിരുന്ന ഖദീജ ബിൻത് ഖുവൈലിദ് എന്നവർ എല്ലാം ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച് 55-ാമത്തെ വയസ്സിലും പുണ്യഭൂമാന് വേണ്ടിയിട്ട് ഇറാഖ് ഗുഹക്ക് മുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. എത്ര സ്നേഹമായിരുന്നു അവർക്കിടക്ക്, എത്ര ഹിഫത്തായിരുന്നു അവർക്കിടക്ക്. ആ ഖദീജയുടെ മാർഗത്തിൽ കിടന്ന ലോകത്താണല്ലോ റബ്ബേ. അല്ലാഹുവിന് വേണ്ടിയിട്ട് ഫാത്തിമ ഉമ്മാനെ വിറ്റല്ലോ. കരഞ്ഞുപോയി. അവിടുത്തെ ഹബീബ് കരഞ്ഞു പോയിട്ടുണ്ട്. ഉമ്മ നിങ്ങൾ കൊടുത്തത് ഏറ്റവും വലിയ സുഗന്ധമാണ്. ഫാത്തിമ ബീവിയോടൊക്കെ ചെല്ലാതെ നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. ഖദീജ ബിൻത് ഖുവൈലിദ് ചെല്ലാതെ നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. ആസിയ ബിൻത് മുസാഹിറോട് വെച്ച് സ്വർഗം തരട്ടെ. മറിയം ബിൻത് ഇമ്രാൻ എന്നവരോട് വെച്ച് സ്വർഗം തരട്ടെ. ആശിഖ ബിൻത് ഫിറഔനോട് വെച്ച് സ്വർഗം തരട്ടെ. ആസിയ ബീവിയോട് വെച്ച്, സുമയ്യ ബീവിയോട് വെച്ച് അല്ലാഹു നിങ്ങൾക്കൊക്കെ സ്വർഗം തരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത്. അതുകൊണ്ട് ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ആരെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്മയുടെ നാമ്പുകൾ നിങ്ങളുടെ സ്ഥലത്തിലേക്ക് വന്നു ചേർന്ന് നിങ്ങൾ ഈമാനിന് പ്രകാശിതമായിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാവണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ്സിൽ എന്റെ ചെറുപ്പക്കാരും എന്റെ രക്ഷിതാക്കളും എന്റെ ഉമ്മമാരും 1333 രൂപ, 1333 രൂപ രണ്ടാളും കൂടിയിട്ട് ഒന്നങ്ങോട്ടും പരസ്പരം പറഞ്ഞേക്ക് 6666 രണ്ടാളും കൂടിയിട്ടൊന്ന് തന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങൾക്ക് അല്ലാഹു തരാൻ പോകുന്ന സുഹൃതം എന്താണെന്നറിയോ? നാളത്തെ മഹ്ശറിൽ
6676 അധ്യാപനങ്ങൾ എന്നല്ലേ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് പറയാറുള്ളത്. ആ ഖുർആന്റെ റെക്കമെന്റ് കൂടെ തരാനും സിറാത്തിലുള്ള തോളായി നിലകൊള്ളാനും അള്ളാഹു നിങ്ങൾക്ക് സൗഭാഗ്യം നൽകുവാനുമുള്ള ഒരു വലിയ സദഖയായിട്ട് അത് മാറുമെങ്കിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എന്റെ ഉമ്മമാര് 3 പേര് കൂടിയിട്ട് ഒരു 2222 ഒന്ന് സംഘം ചേര് അയ്നൽ മുതഅബ്ബൂന ബിജലാലി, എനിക്ക് വേണ്ടിയിട്ട് സ്നേഹിച്ചവരെ വരുവിൻ വരുവിൻ, സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കയറുവിൻ എന്ന് നാളെ 50,000 കൊല്ലത്തെ സിറാത്തിൽ നിൽക്കുമ്പോ മാലാഖമാരെ അനൗൺസ് ചെയ്യുമ്പോ ഓർക്കണേ, അനൗൺസ് ചെയ്യുമ്പോ ഓടിച്ചെല്ലാൻ പറ്റുന്നവർ നമ്മളല്ലാതെ വേറെ ആരാണ്? 2222 രൂപ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രം സ്നേഹിച്ച് പരസ്പരം 6666 ആകാൻ വേണ്ടിയിട്ട് ഒന്നൊരുമിച്ച് കൂടിയാൽ, ഒന്ന് സംസാരിച്ചാൽ നാളെ അയ്നൽ മുതഅബ്ബൂന ബിജലാലി ആ സൗഭാഗ്യത്തിൽ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ സൗഭാഗ്യം കിട്ടിയാല് നാളത്തെ മഹ്ശറയിൽ മനാബിറും മിൻ നൂർ, പ്രകാശത്തിനാറുള്ള സീറ്റുകളായിട്ട് അള്ളാഹു നമ്മളെ റെസ്പെക്ട് ചെയ്യുമെന്നാണ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. നന്മയുടെ അധികാരം അള്ളാഹു നമ്മളെ കൊടുത്തിട്ട്. എന്റെ സഹോദരങ്ങൾ, ഒരു 3313, 2 ആൾ കൂടിയിട്ട് 6696. ആരാണുള്ളത്? ഒരു 3313